CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രീ MA ബേബിയാണ് നമുക്കൊപ്പം. സ്വാഗതം ശ്രീ ബേബി. MA ബേബി, മറിയം അലക്സാണ്ടർ ബേബി. സാധാരണ ഇനീഷ്യലിൻ്റെ തുടക്കത്തിൽ വീട്ടുപേരാണ് ഉണ്ടാകാറ്. ഈ മറിയം എന്നുള്ള പേര് വരുന്നതിൻ്റെ ഒരു സാഹചര്യം എന്താണ്? അത് മാധ്യമപ്രവർത്തകർക്ക് ചെറുതും വലുതുമായ എന്തെല്ലാം ഇടപെടലുകൾ വരുത്തി മാറ്റങ്ങൾ കൊണ്ടുവരാം എന്നുള്ളതിൻ്റെ വളരെ ക്ലാസിക്കായിട്ടുള്ള ഉദാഹരണമാണിത്. യഥാർത്ഥത്തിൽ മരിയാൻ അലക്സാണ്ടർ ബേബി എന്നാണ്. PTA ആണെന്ന് തോന്നുന്നു ഒരു ഡിസ്പാച്ചും കിട്ടു, മറിയം അലക്സാണ്ടർ ബേബി. ഈ പേരുകൾ വന്നത് നമ്മളുടെ കുടുംബ രീതിയിൽ പേരിൻ്റെ തൊട്ട് മുമ്പ് അച്ഛൻ്റെ പേര്, എന്നിട്ട് അച്ഛൻ്റെ പേര്. അപ്പോൾ അലക്സാണ്ടർ എന്നുള്ളതാണ് അച്ഛൻ്റെ പേര്. യെസ്, അതെ. അപ്പച്ചനെന്നാണ് ഞാൻ വിളിച്ചത്. അമ്മയുടെ പേര് ലില്ലി അലക്സാണ്ടർ. അപ്പച്ചൻ്റെ അപ്പൻ്റെ പേരാണ് മറിയാൻ. ഇപ്പോൾ സകലിടത്തും ഇന്ത്യക്ക് പുറത്തു നിന്ന് എനിക്ക് പിന്നെ അഭിനന്ദന സന്ദേശങ്ങൾ വരുന്നു മറ്റേ പാർട്ടി, അതെല്ലാം മറിയം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് കറക്റ്റ് ചെയ്യണോ എന്നുള്ളത് ആലോചിച്ചിട്ടില്ല. മരിയാൻ എന്നാണ് അല്ലേ? മരിയാൻ. അതെ. പക്ഷെ അത് ഞാൻ ചോദിച്ചത് ഈ വീട്ടുപേരിന് പകരം അത് പല അങ്ങനെ സമൂഹങ്ങളിലും വ്യത്യസ്ത രൂപത്തിൽ. ഇപ്പം നമ്മൾ അടുത്തിടെയായിട്ട് നമ്മൾ പലപ്പോഴും അമ്മയുടെ പേര് കൂടെ ഉപയോഗിക്കുന്ന ഒരു ട്രെൻഡ് ഉണ്ട്. ഇപ്പോൾ ആ ട്രെൻഡ് ഇപ്പം ഞങ്ങളുടെ ബെറ്റിയുടെ എൻ്റെ മകന് എൻ്റെ പേരില്ല, അശോക് ബെറ്റി എന്നാണ് പേര്. അമ്മയുടെ പേര് ആണ് ഒന്നാമത് വരേണ്ടത്. ഇത് രാജ്യസഭയിൽ വലിയൊരു ചർച്ചയാക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത്. രാജ്യസഭാ ജീവിതകാലത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ഏറ്റവും തൃപ്തിയുള്ളൊരു കാര്യം, അവിടെ ഈ ഹൂയിസ് ഹൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്ക് പ്രസിദ്ധീകരിക്കാൻ അവർ പെർഫോമ തരും. അപ്പോൾ പെർഫോമയിൽ അച്ഛൻ്റെ പേരാണ് ചോദിക്കുക. അച്ഛൻ്റെ പേരേ ഉള്ളൂ. കുറേ ചോദ്യങ്ങളുണ്ട്, സഞ്ചരിച്ച രാജ്യങ്ങൾ ആ കൂട്ടത്തിൽ. അപ്പോൾ RV ആണെന്ന് വൈസ് പ്രസിഡന്റ് R വെങ്കട്ടരാമൻ ഞാൻ ചെല്ലുമ്പോൾ 86. അപ്പോൾ ഞാൻ ഒരു പ്രാക്ടീസിങ് ഫെമിനിസ്റ്റാണ്, മാർക്സിസ്റ്റ് ഫെമിനിസ്റ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ഈ പെർഫോമൻസ് അനുസരിച്ചാണെങ്കിൽ എനിക്ക് പൂർത്തീകരിക്കാൻ പറ്റില്ല. കാര്യം നിങ്ങൾ അമ്മയുടെ പേര് ചോദിക്കുന്നില്ല. എൻ്റെ അമ്മയുടെ പേര് അവിടെ എഴുതണമെന്ന് എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. അച്ഛൻ്റെ പേരങ്ങ് ഒഴിവാക്കിയാൽ മതി. അച്ഛനും അമ്മയും വേണ്ട. അച്ഛൻ്റെ പേര് ചോദിച്ചാൽ അമ്മയുടെ പേരും വേണം. നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. ഇത് വലിയ നിയമപ്രശ്നമായി ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഫയലിൽ പോവുകയാണ്. എന്നിട്ട് അവർ ജനറൽ ക്ലാസ് എന്ന് പറഞ്ഞൊരു വിശദീകരണമുണ്ട്. ജനറൽ ക്ലാസ് അനുസരിച്ച് അച്ഛൻ്റെ പേര് ചോദിച്ചാൽ മതി. അപ്പോൾ ഇതിനെ തുടർന്ന് വേറെയും പല തർക്കങ്ങളും നടന്നു. അവസാനം ഞാൻ പറഞ്ഞു, ഞാൻ ഫില്ലപ്പ് ചെയ്ത് തരാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ എഴുതി കൊടുത്തോളൂ. വലിയ സ്റ്റാൻസിലായി. ചുരുക്കി പറയാം ഇതിൻ്റെ. അവസാനം ഒരു ടീം വന്നിട്ട് പറഞ്ഞു, ശരി, ചെയർമാൻ പറഞ്ഞു ഇന്നാളിൻ്റെ അമ്മയുടെ പേരും കൂടെ വാങ്ങിച്ചു. ഞാൻ പറഞ്ഞു, അതല്ല, എൻ്റെ മാത്രം വാങ്ങിക്കുകയാണോ അതോ നിങ്ങൾ മൊത്തത്തിൽ ഈ പെർഫോമ കറക്റ്റ് ചെയ്യണോ? അല്ല, പെർഫോമ കറക്റ്റ് ചെയ്യുന്നില്ല, നിങ്ങളിങ്ങനെ പറയുന്നു. ഐ ആം സോറി. ഫൈനലി അതിനകത്ത് മാറ്റം വരുത്തി. ലോക്സഭയിൽ ഈ ഇതനുസരിച്ച് മാറ്റം വന്നോ കാര്യമൊന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല. അപ്പോൾ ഇത് സിംബോളിക് ആണെങ്കിൽ പോലും നമ്മുടെ സമൂഹത്തിൽ സ്ത്രീ അദൃശ്യയാണ്. സ്ത്രീ വരേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഓരോ സ്ഥലത്തും. അതെ. അപ്പം ഇത് നമ്മുടെ സമൂഹത്തിലൊരു വലിയ ഗൗരവമുള്ള പ്രശ്നമാണ്. ഈ സ്ത്രീയുടെ അദൃശ്യതയും അത് നമ്മൾ തിരിച്ചറിയുകയോ തിരുത്താൻ ശ്രമിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് അതെ. അല്ല, പക്ഷേ CPMനെ സംബന്ധിച്ചും ഈ വിമർശനം നമ്മൾ പൊതുവെ കേൾക്കാറുള്ളതാണ്. അതായത് ഈ ഡൈവേഴ്സിറ്റി, ബഹുസ്വരത എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രതിഫലനം CPMൽ വളരെ കുറവാണ്. ഉദാഹരണത്തിന് CPMന് ഇതുവരെ ഒരു അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ടൊരു വനിത വന്നിട്ടില്ല. കേരളത്തിൽ ഒരു സംസ്ഥാന സെക്രട്ടറി ആയിട്ടൊരു വനിത വന്നിട്ടില്ല. CPMന് ഭരണം കിട്ടിയപ്പോഴേക്ക് ഒരു വനിത മുഖ്യമന്ത്രിയായിട്ടില്ല. ഗൗരിയമ്മ എന്തുകൊണ്ട് മുഖ്യമന്ത്രി ആയില്ല എന്ന വലിയൊരു ചോദ്യം എപ്പോഴും CPM നേരിടുന്നുണ്ട്. ഈ ചോദ്യമെല്ലാം നേരിടുന്നതിനുള്ള കാരണം നമ്മുടെ സമൂഹം പാട്രിയാർക്കലാണ്. ആ സമൂഹം പാട്രിയാർക്കലായിരിക്കുമ്പോൾ പാട്രിയാർക്കിക്ക് പുരുഷാധിപത്യത്തിനെതിരായി ആത്മാർത്ഥമായി സമരം ചെയ്യുന്നവർക്കിടയിൽ പോലും ഈ പുരുഷാധിപത്യ സമൂഹത്തിൻ്റെതായ സ്വാധീനം പ്രവർത്തിക്കും. കാരണം ഈ സമൂഹത്തിനുള്ളിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ സമൂഹത്തിൻ്റെ പരാധീനതകൾ പലതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പ്രതിഫലിക്കും. എന്നാൽ ഞങ്ങൾ പലരും ഒരുപക്ഷെ കണ്ട് തിരിച്ചറിയാതെ പോകുന്ന ചില ഇടപെടലുകൾ ഞങ്ങൾ സ്ഥിരം നടത്തുന്നുണ്ട്. ഇപ്പോൾ ബംഗാളിലെ സംസ്ഥാന സെക്രട്ടറി രൂപീകരിക്കാൻ അവിടെ പോയിരുന്നു. അവിടെ ആദ്യമായിട്ട് 2 വനിതകൾ സംസ്ഥാന സെക്രട്ടറി. സാധാരണ പേരിന് വനിതാ പ്രാതിനിധ്യമില്ല എന്നുള്ളത് ഒഴിവാക്കി ഒരാളെ എടുക്കലാണ്. ഇപ്പോൾ കർണാടകയിൽ 3 ജില്ലകളിൽ വനിതാ സെക്രട്ടറിമാരുണ്ട്. പാർട്ടി സെക്രട്ടറി വനിതയാണ്.
മാതൃഭൂമിയിൽ ബംഗാളിൽ ഒരു വനിതാ പാർട്ടി ജില്ലാ സെക്രട്ടറി ആയപ്പോൾ ആദ്യമായി CPIM ഒരു വനിതാ സെക്രട്ടറി വന്നിരിക്കുന്നു കൊണ്ട് റിപ്പോർട്ട് ചെയ്തു. അപ്പം അതല്ല, മറ്റ് പല സ്റ്റേറ്റുകളിലും തമിഴ്നാട്ടിൽ വന്നിട്ടുണ്ട്, കർണാടകയിൽ വന്നിട്ടുണ്ട്. മാത്രമല്ല മഹാരാഷ്ട്രയിലെ സംസ്ഥാന സെക്രട്ടറി അഹല്യാരെങ്ങനെ കരുതുന്നിട്ടുണ്ട്. ഇതെല്ലാം വന്നത് അതിന് ഞാൻ മാതൃഭൂമിക്ക് നന്ദി പറയുകയാണ്. മാതൃഭൂമിക്ക് ഇങ്ങനെ ചെറിയൊരു യാദൃച്ഛികമായൊരു തെറ്റായ റിപ്പോർട്ട് കൊടുക്കേണ്ടി വന്നപ്പോൾ ഈ ബസ്സുകളെല്ലാം പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞു. എന്നാലും ചോദ്യം പ്രസക്തമാണ്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പോലും ഇക്കാര്യത്തിൽ വേണ്ട തോതിൽ തൃപ്തികരമായ വിധത്തിൽ ഇടപെടുന്നതിൽ വിജയിക്കാതിരിക്കുന്ന കാരണം ഈ സമൂഹം പുരുഷാധിപത്യമാണെന്നുള്ളത്. അല്ല, സഖാവിന് എപ്പോഴെങ്കിലും മനസ്സിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അതായത് ഗൗരിയമ്മ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ വൃന്ദ കാരാട്ട് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നെങ്കിൽ, അങ്ങനെ ഒരു ഉള്ളിൻ്റെ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്? അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രീതി അനുസരിച്ച് ഞങ്ങളുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളെല്ലാം ഞങ്ങൾക്ക് തുറന്ന് സംസാരിക്കാൻ കഴിയില്ല. ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ ഞങ്ങളുടെ ഘടകത്തിലാണ് പറയേണ്ടത്. അങ്ങനെ ഘടകത്തിൽ ഞങ്ങൾ പറയാറുണ്ട്. അങ്ങനെ പറയുമ്പോൾ ഞങ്ങളെ ഇത്തരത്തിലുള്ള പല പുരുഷാധിപത്യത്തിനെതിരായിട്ടുള്ള സമീപനം ഞങ്ങൾ ചർച്ചയിൽ കൊണ്ടുവരാറുണ്ടെന്നുള്ളതിനുള്ള ഉദാഹരണം എനിക്ക് പറയാൻ പറ്റും. കോഴിക്കോട് ജില്ലയിൽ വടകര എന്ന് പറയുന്ന പാർലമെൻറ്റ് മണ്ഡലം CPIM-ൻ്റെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ LDF-ൻ്റെ സ്ഥാനാർത്ഥി നിന്നാൽ ഏതാണ്ട് ഉറപ്പായിട്ട് ജയിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായി. KP ഉണ്ണികൃഷ്ണൻ LDF-ൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വളരെ പ്രതികൂല സാഹചര്യത്തിൽ ജയിച്ചിട്ടുണ്ട്. O ഭരതൻ വടകരയുടെ പിന്നെ പാർലമെൻറ്റ് മെമ്പറായി ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടിയാണ്. അന്ന് ഞാൻ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുക. അപ്പോൾ ചടയൻ ഗോവിന്ദനാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി. അന്ന് കേരളത്തിൽ CPIM-ന് ഒന്നാമത് ജയിക്കാൻ കഴിയുന്ന മണ്ഡലം വടകര മണ്ഡലമാണ്. അപ്പോൾ ചടയൻ ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ആധുനികമായ ചിന്തയെല്ലാം ഉണ്ട് എന്ന് പലർക്കും സമ്മതിക്കാൻ കഴിയാത്ത ഒരാളാണ്. പക്ഷേ ചടയൻ ഗോവിന്ദൻ സെക്രട്ടറി എന്നുള്ള തരത്തിൽ സ്ഥാനാർത്ഥികളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പം അദ്ദേഹം തുടക്കം കുറിച്ചുകൊണ്ട് പറഞ്ഞത് നമുക്ക് ഒന്നാമത് ജയിക്കാൻ കഴിയുന്ന മണ്ഡലം വടകരയാണ്. സഖാവ് O ഭരതൻ MLA ആയിരുന്നിട്ടുണ്ട് പലതവണ, ഇപ്പോൾ MP ആയിരുന്നിട്ടുണ്ട്. അതുകൊണ്ട് സഖാവ് വീണ്ടും ആകണമെന്നില്ല. പക്ഷെ അവിടെ നമുക്കൊരു വനിതയെ നിർത്തുന്ന സ്ഥാനാർത്ഥിയായിട്ടുണ്ട്. പക്ഷേ ഇത്തവണ നമ്മുടെ പാർലമെന്റിലേക്ക് കേരളത്തിൽ നിന്ന് ഒരു വനിതയെ പോലും നമുക്ക് അയക്കാം ഇല്ല. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ ആദരണീയനായ സുഹൃത്ത് CPM ഇത്തരത്തിൽ വനിതകളെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ബോധപൂർവ്വം ശ്രമിക്കാറുണ്ടോ എന്നുള്ള ചോദ്യത്തിനുള്ള സാധാരണ ഞങ്ങൾ പറയാത്തൊരു മറുപടിയാണ് ഞാൻ ഈ പറയുന്നത്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി നടന്നൊരു കാര്യം ഞാൻ പറഞ്ഞുകൂടാ. ഇപ്പം ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നൽകുന്നതിൻ്റെ ഭാഗമായി ഒരു വസ്തുത ഞാൻ പറയുകയാണ്. പാർട്ടിക്ക് അഭിമാനകരമായ ഒരു കാര്യം പറയുകയാണ്. അങ്ങനെയാണ് പ്രേമജൻ നിന്നും പാർലമെൻറ്റിലേക്ക് പോയി പ്രഗത്ഭയായിട്ട് അവർ പെർഫോം ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ ഞങ്ങൾ ഉപയോഗപ്പെടുത്താറുണ്ട്. എന്നാൽ വേണ്ടത്ര അവസരങ്ങൾ ഇതിൽ കൂടുതൽ വേണ്ടിയിരുന്നില്ലേ? പുരോഗമന പാർട്ടി എന്നൊക്കെ കുറച്ച് വൈകിയില്ലേ? ഒരു എക്കണോക്ലാസ്റ്റിക് പാർട്ടിയാണ് CPM. പ്രത്യേകിച്ച് ഇത്തരം പ്രതിലോമകരമായ കാര്യങ്ങളിൽ ആദ്യം പ്രതികരിക്കേണ്ട പാർട്ടിയാണ്. പക്ഷെ എന്നിട്ടും വല്ലാതെ വൈകി. നമുക്കത് എന്തുകൊണ്ടത് നേരത്തെ ഒരു പുരോഗമന പാർട്ടി എന്ന നിലയ്ക്ക് നമ്മളതൊരു പാട്രിയാർക്കിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ട് വരുന്നതാണ് ഇന്ത്യൻ കണ്ടീഷനിൽ. പക്ഷെ നമുക്കിത് മനഃപൂർവ്വം അത് ബ്രേക്ക് ചെയ്യാനായി ഇക്കണോക്ലാസ് ചെയ്യാൻ വേണ്ടി CPM എന്തുകൊണ്ട് മുൻകൈ എടുത്തില്ല എന്നൊരു ചോദ്യം ഇപ്പോഴും വരുന്നില്ലേ? അതിനോട് പ്രതികരിക്കുന്നത് രണ്ട് രൂപത്തിലാണ്. ഒന്ന്, കമ്മ്യൂണിസ്റ്റുകാരാണ് ഇക്കാര്യത്തിൽ സ്ത്രീ സമത്വത്തെക്കുറിച്ച് ഏറ്റവും ശാസ്ത്രീയമായും പ്രായോഗികമായും ഇടപെട്ടിട്ടുള്ളത്. മാർക്സ് പറഞ്ഞിട്ടുണ്ട്, ഒരു സമൂഹത്തിൽ സ്ത്രീകളുടെ പദവി വെച്ചിട്ട് ആ സമൂഹം എത്രത്തോളം ജനാധിപത്യപരമാണെന്ന് കളന്നു നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ആദ്യമായി ബോൾഷെവിക് വിപ്ലവം നടന്നപ്പോൾ റഷ്യയിലാണ് അലക്സാണ്ടർ കൊല്ലൻഡായി ലെനിൻ്റെ ക്യാബിനറ്റിൽ മന്ത്രിയായിട്ട് വരുന്നത്. ഒരു സ്ത്രീ ഒരു ക്യാബിനറ്റിൽ മന്ത്രിയായിട്ട് വരുന്നത് ലഭ്യമായ വിവരം വെച്ചിട്ട് ലെനിൻ്റെ ക്യാബിനറ്റിലാണ്. രണ്ട്, സ്ത്രീകൾ പ്രധാനപ്പെട്ട ലോകരാജ്യങ്ങൾ എടുത്തു നോക്കിയാൽ സ്ത്രീകൾക്ക് വോട്ടവകാശം എവിടെ ആദ്യം കിട്ടിയത്? റഷ്യയിലാണ്. റഷ്യയിൽ സ്ത്രീകൾ അവിടുത്തെ ജനാധിപത്യ വിപ്ലവത്തെ തുടർന്ന് തന്നെ, ബോൾഷെവിക് വിപ്ലവത്തിന് മുമ്പ് തന്നെ ബോൾഷെവിക്കുകളുടെ ഇടപെടലിൻ്റെ ഫലമായി സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടി. നിങ്ങൾ അമേരിക്കയിൽ, ജർമ്മനിയിൽ, ഫ്രാൻസിൽ, ഇറ്റലിയിൽ, ഇംഗ്ലണ്ടിൽ, ജപ്പാനിൽ, ഗ്രീസിൽ, ഈ രാജ്യങ്ങളെല്ലാം എടുത്ത് നോക്കും. 1918 19 20 21 ആണ് റഷ്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടിയതിന് ശേഷമാണ്. ഇങ്ങനൊരു ചരിത്രമുണ്ട്. നമ്മുടെ രാജ്യത്തിലേക്ക് വരുമ്പോൾ CPIM എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം വരുമ്പോൾ, ഇപ്പോഴത്തെ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞപ്പോൾ അവിടുത്തെ കേന്ദ്ര കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്തത് നിലവിലുള്ള കേന്ദ്ര കമ്മിറ്റിയിൽ 17% സ്ത്രീ പ്രാതിനിധ്യം. ഇത് ഉയർത്തണമെന്ന് ചർച്ച ചെയ്തുകൊണ്ടാണ്. എത്ര ഉയർത്താൻ പറ്റും? ഒറ്റയടിക്ക് ഉദ്ദേശിക്കുന്നത്ര ഉയർത്താൻ പറ്റുമോ?
അങ്ങനെ ചർച്ച നടത്തിയിട്ട് 17% എന്നുള്ളത് +3 20% മാറി. +3 മാത്രമല്ലേ ഉള്ളൂ, ശരിയാണ്, ഞങ്ങൾ തൃപ്തരാണെന്ന് പറഞ്ഞുകൂടാ. പക്ഷേ CC അംഗത്വം 85 നിർത്തിയിട്ട് തൊട്ട് മുമ്പത്തെ പാർട്ടി കോൺഗ്രസിൽ 17% മാത്രം ഉണ്ടായിരുന്ന സ്ത്രീ പ്രാതിനിധ്യം ബോധപൂർവം. അപ്പം ഞങ്ങളിത് ഗൗരവമായി ചർച്ച ചെയ്തുകൊണ്ടുള്ള ഇടപെടലുകൾ നടത്തുന്നു എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി മാത്രമേ ഉള്ളൂ എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം. പാർട്ടി തലത്തിൽ ഇത്തരം ചർച്ചകളും നിർദ്ദേശങ്ങളും വരുന്നുണ്ട്. മുന്നോട്ട് പോകുമ്പോൾ അത് കൂടുതൽ പുരോഗാത്മകമായിട്ട് പുരോഗമിക്കുന്ന നമുക്ക് പ്രതീക്ഷയുണ്ട്. പക്ഷേ പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനത്തിൽ ഇപ്പോഴും ഇപ്പം നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് സംവരണം വന്നപ്പോൾ അതുണ്ടാക്കിയ ഒരു വലിയ മാറ്റമുണ്ട്. അതിന് ആനുപാതികമായി പിന്നീട് ഇപ്പോൾ ദേശീയ തലത്തിൽ കേരളത്തിലെ നിയമസഭയിലൊക്കെ ഇപ്പോഴും പണ്ട് തുടങ്ങിയ അതേ കണക്കിൽ തന്നെയാണ് സ്ത്രീകളുടെ വനിതാ MLA-മാരുടെ കണക്കുള്ളത്. അപ്പോൾ പാർലമെൻ്ററി ജനാധിപത്യത്തിൽ സംവരണത്തെ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ മുന്നോട്ട് ഒരു കണക്ക് വയ്ക്കുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ വനിതാ ബില്ലിൻ്റെയൊക്കെ ഭാഗമായിട്ട് വെക്കുന്നത് അല്ലാതെയാണ്. അതിനു പകരം വിദേശ രാജ്യങ്ങളിൽ പലയിടത്തും, നോർവേ പോലുള്ള രാജ്യങ്ങളിലൊക്കെ രാഷ്ട്രീയ പാർട്ടികളാണ് സംവരണം നടപ്പാക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളിൽ ഇത്ര വനിതാ പ്രതിനിധികൾ മത്സര രംഗത്തുണ്ടാവണം എന്നുള്ളൊരു നിർബന്ധം. അങ്ങനെ ഒരു ആലോചന CPM നടത്താൻ സാധ്യതയുണ്ടോ? അത് നല്ലൊരു ചോദ്യമാണ്. പക്ഷേ അവിടെയുള്ളൊരു പ്രശ്നം, അങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ കുറേ വനിതാ സ്ഥാനാർത്ഥി നിർത്തി എന്നുള്ളത് കൊണ്ട് സ്ഥിതിഗതികൾക്ക് കൃത്യമായ മാറ്റം ഉണ്ടാവില്ല. കാര്യം ഈ മത്സരിക്കുന്ന വനിതാ സ്ഥാനാർത്ഥികൾ പലരും തോക്കാം. അപ്പോൾ വനിതകളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കാൻ ഇപ്പം ദക്ഷിണാഫ്രിക്കയിൽ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ ഇടപെട്ടുകൊണ്ടാണ് 50% എത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ കണക്കുകൾ ഞങ്ങൾ പഠിക്കുന്നുകൊണ്ടാണ് പല രാജ്യങ്ങളും. അപ്പോൾ ഇപ്പം ത്രിതല പഞ്ചായത്തിൽ വന്നത് എന്തുകൊണ്ടാണ്? എല്ലാ പാർട്ടികളും കുറേ വനിതകളെ കൂടി ഇത്ര ശതമാനം മത്സരിപ്പിക്കണമെന്നാണ് തീരുമാനിച്ചിരുന്നതെങ്കിൽ അബോധപൂർവമായി നമ്മുടെ സമൂഹത്തിലെ പുരുഷാധിപത്യ മനോഭാവം ചേർന്ന് അവരെയൊക്കെ തോൽപ്പിച്ചിരിക്കും. അതുകൊണ്ട് മാത്രമായില്ല, അത് അങ്ങനെ തീരുമാനിച്ചാൽ ഈ പാർട്ടികൾ കൂടുതൽ സ്ത്രീകളെ സ്ഥാനാർത്ഥികളാക്കാൻ ഉരുമ്പെടുമോ ഇല്ലയോ എന്നെല്ലാം പരിശോധിക്കാൻ സമൂഹത്തിൻ്റെ അവസരം കിട്ടും. ഇപ്പോൾ CPIM അതിൻ്റെ ഭരണഘടനയിൽ വരുത്തിയിട്ടുള്ളൊരു മാറ്റം, ഇപ്പം ഞാൻ സമ്മേളനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കാനുള്ള അവകാശമുണ്ട്. പല സ്ഥലത്തും തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പാനൽ പ്രപ്പോസ് ചെയ്യപ്പെട്ട വനിതകൾ ചെന്ന് തോറ്റുപോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഭരണഘടനയിൽ ഞങ്ങളുടെ ദൃഷ്ടി സൂക്ഷ്മമായി ഓരോ ഇടത്തും എത്തുന്നുണ്ട്. ഒരു പാനലിൽ വനിതകൾ ഇത്ര പേരുണ്ടാകണമെന്ന് തീരുമാനിച്ചുകൊണ്ടൊരു പ്രപ്പോസൽ വന്നാൽ ആ വനിതകളുടെ എണ്ണം കുറഞ്ഞുകൂടാ. മത്സരം നടന്നിട്ട് വനിതകൾ തോൽക്കാം, പകരം ഒരു വനിത തന്നെയാണ് വരുന്നതുണ്ടെങ്കിൽ മാത്രമേ വനിത തോൽക്കുകയുള്ളൂ എന്ന കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ഞങ്ങൾ ചർച്ച ചെയ്തിട്ട്, ഞാനെല്ലാം ഈ പ്രവർത്തിക്കാൻ തുടങ്ങിയതിന് ശേഷം ഞങ്ങൾ അത് കൊണ്ടുവന്നൊന്നുമല്ല ഞാൻ ഈ പറയുന്നത്, അതിനുശേഷം കൊണ്ടുവന്ന കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റാണ്. അപ്പം ഇത് ഗൗരവത്തിൽ നമ്മൾ എടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണെന്നുള്ളതിനകത്ത് സംശയമില്ല. നമ്മളിലെല്ലാം തൊലിയിൽ നമ്മളൊന്ന് ചൊറിഞ്ഞാൽ ആ തൊലിയുടെ അടിയിൽ പുരുഷാധിപത്യ മനോഭാവത്തിൻ്റെ അംശങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും തൊലിക്കടിയിലുണ്ടാവും. സ്ത്രീകൾ തുല്യതയ്ക്ക് വേണ്ടി ശക്തിയുക്തം നിലപാട് എപ്പോഴും എടുക്കുന്നുണ്ടോ? ചില സ്ഥലത്ത് നിങ്ങൾ പ്രകടനത്തിൽ മുമ്പോട്ട് വന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ അതല്ല, നിങ്ങളൊക്കെ പിടിക്കുക, ഞങ്ങൾ പിന്നാലെ വന്നോളാം എന്ന് പറയുന്ന പ്രവണതകൾ യാദൃശ്യമായി കഴിഞ്ഞ ദിവസം ഏത് പത്രമാണെന്ന് അറിഞ്ഞുകൂടാ, കണ്ണൂരിൽ നയനാർ അനുസ്മരണം കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് ഒരു ഫോട്ടോ, 2 കേന്ദ്ര കമ്മിറ്റി മെമ്പർമാരുണ്ട്, ശ്രീമതി ടീച്ചറും അതുപോലെ അവർ മുമ്പോട്ട് പോകണമെന്ന് ഞാൻ പറയുന്നത് ഫോട്ടോ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നിരന്തരം ഇടപെട്ടാൽ മാത്രമേ ഈ സ്ഥിതിക്ക് മാറ്റം ഉണ്ടാവുള്ളൂ. അല്ല, അതിൽ വേറൊരു വിമർശനം അടുത്തിടെ വന്നത് ഇപ്പോൾ ഈ ആശാ വർക്കർമാരുടെ സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അവർ പുരുഷന്മാരായിരുന്നെങ്കിൽ ഇതായിരിക്കുമോ സർക്കാരിൻ്റെ ഭരണകൂടത്തിൻ്റെ സമീപനം എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇതിൽ വിഷയം ഈ ആശാ വർക്കർമാരുടെ ദയനീയമായ അവസ്ഥ ഇന്ത്യയിലൊട്ടായുള്ളൊരു പ്രശ്നമാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ അവിടെയൊക്കെ ആശാ വർക്കർമാരുടെ 3000, 4000, 5000 പേര് പങ്കെടുക്കുന്ന സമരങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കർണാടകയിൽ, ആന്ധ്രയിലെ മറ്റ് സ്ഥലങ്ങളിൽ ഇതൊരു പൊതു പ്രശ്നമാണ്. ഇവിടുത്തെ വിഷയം സംസ്ഥാന ഗവൺമെൻറ് പരിഹരിക്കേണ്ട പ്രശ്നമാണെന്നുള്ള മട്ടിൽ ഒരു കൂട്ടം ആശാ വർക്കർമാർ ഈ സമരം നടത്തുമെന്നുള്ളതാണ്. ഈ അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്, അതിൻ്റെ ഷോർട്ട് ഫോമാണ് ആശ. ഹെൽത്ത് ആക്ടിവിസ്റ്റുകളായിട്ടാണ് ഇവരെ കേന്ദ്ര പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്.
അത് മാറ്റണമെന്ന് തുടങ്ങി ഇതിനകത്ത് പറയുന്ന ആവശ്യങ്ങളെല്ലാം കേന്ദ്ര ഗവൺമെൻറ് നയത്തിൽ വരേണ്ട മാറ്റമാണ്. ആ മാറ്റം കൊണ്ടുവരാൻ കഴിയുന്ന കേന്ദ്രത്തിലെ മന്ത്രി, കേരളത്തിൽ നിന്നുള്ള MP, തൃശ്ശൂരിലെ MP, അദ്ദേഹം ഇവർക്ക് സ്വീകാരനാണ്. ഇവരുമായിട്ട് വന്നിട്ട് ഇവർക്ക് പിന്തുണ കൊടുക്കുന്നു. വിചിത്രമല്ലേ ഇത്? അപ്പോൾ ഇവിടുത്തെ വിഷയം അവരുന്നയിക്കുന്ന മിക്കവാറും ആവശ്യങ്ങൾ ആശാ വർക്കർമാർ പൊതുവിൽ ഇന്ത്യയിലാകെ ഉന്നയിക്കുന്നതാണ്, സെൻട്രൽ ഫോർ ഇന്ത്യൻ ട്രേഡ് യൂണിയൻസ് ഉന്നയിക്കുന്നതാണ്, മറ്റ് തൊഴിലാളി സംഘടനകൾ ഉന്നയിക്കുന്നതാണ്. കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി സ്ട്രാങ്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് നോട്ടച്ചടിക്കാൻ കേന്ദ്രത്തെ പോലെ പ്രസ്സില്ലാത്ത സംസ്ഥാനം. സംസ്ഥാനത്തിൻ്റെ ആസ്തി വെച്ചുകൊണ്ട് പ്രായോഗികമായി ഞങ്ങൾക്ക് പദ്ധതികൾ നടപ്പാക്കാൻ, കടമെടുക്കാൻ അവകാശമുണ്ട്. ഒരു സോവറിൻ ഗവൺമെൻറ്റാണ്, പക്ഷേ സോവറിൻ സ്റ്റേറ്റ് അല്ല. എന്നാലും സംസ്ഥാന ഗവൺമെൻറ്റിന് കടം മാനേജ് ചെയ്യാൻ അവകാശമില്ലേ? പക്ഷേ കടമെടുക്കാൻ അവകാശമുണ്ടോ സംസ്ഥാന ഗവൺമെൻറ്റിന്? ഇല്ല. കടം എടുക്കാനുള്ള അവകാശത്തെ കേന്ദ്രം പിടിക്കുകയാണ്. അങ്ങനെ അതിന് കൂടുതൽ വിശദാംശങ്ങൾ. അതിൽ വന്ന വലിയൊരു വിമർശനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അനുഭാവപൂർണമായ ഒരു സമീപനം ഈ സമരത്തോടുണ്ടാകുന്നുണ്ട്. പകരം ഈ സമരത്തെ എങ്ങനെ പൊളിക്കാമെന്നാണ് CPM-ഉം സംസ്ഥാന സർക്കാരും ആലോചിക്കുന്നത് എന്നുള്ള വലിയ ശക്തമായ ഒരു ആരോപണം ഉണ്ടായിരുന്നു. പലരുടെയും പ്രസ്താവനകൾ കേട്ടാൽ തോന്നുക നമ്മൾ സമരം ചെയ്യുന്ന എന്തോ വലിയ പാതകമാണെന്ന രീതിയിൽ സമരം എങ്ങനെ പൊളിക്കാമെന്ന് സമര പാർട്ടിയിലൂടെ വന്ന പോരാട്ടത്തിന്റെ പാതയിലൂടെ വന്ന ഒരു CPM പോലെ പാർട്ടി പല നേതാക്കന്മാർ ഇത്തരം വ്യംഗ്യത്തോടെയാണ് സംസാരിക്കുന്നത്. ശരിയായ രീതിയാണ്. അതിന്റെ വിശദാംശത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അതല്ല കുറെ കൂടി അനുഭാവത്തോടെ ഈ സമരത്തെ കാണാം. അതാണ് അവരോട് പറഞ്ഞത്. സഹോദരിമാര്, ഈ വിഷയം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയങ്ങളുടെ ഫലമാണ്. ഇത് കേന്ദ്ര സ്കീമാണ്. ഈ അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്ന് പറഞ്ഞ കേന്ദ്ര സ്കീമാണ്. പിന്നെ സംസ്ഥാനം ഇതിനകത്ത് അവരുടെ അലവൻസും മറ്റും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആ അലവൻസ് വർദ്ധിപ്പിച്ചതിന് ചരിത്രം എടുത്താൽ ഒരർത്ഥത്തിൽ ഇവരുടെ സമരത്തോട് എനിക്ക് അനുഭവമുണ്ട്. കാര്യം ഒരുപാട് വസ്തുതകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഇവരുടെ അലവൻസ് വർദ്ധിപ്പിക്കുന്നതിൽ എത്ര കോൺട്രിബ്യൂട്ട് ചെയ്തു? 99%, 99% കോൺട്രിബ്യൂട്ട് ചെയ്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് എന്നുള്ള വസ്തുത പൊതുമണ്ഡലത്തിലേക്ക് വന്നത് ഈ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോഴാണ്. ആകെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ആശാ വർക്കർമാരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നു എന്ന നിലയിൽ, വളരെ തെറ്റായ നിലയിൽ പൊതുസമൂഹത്തിൽ ഇവർ കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഇവർ ഇത്രയും പേരല്ല, 10,000-കണക്കിന് ആശാ വർക്കർമാരുണ്ട്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ അതിർത്തിയിൽ പ്രശ്നമെല്ലാം ഉണ്ടായതുകൊണ്ട് മാറ്റിവെക്കപ്പെട്ട ഒരു അഖിലേന്ത്യാ തൊഴിലാളി സമരമുണ്ട് ഈ ലേബർ കോഡിനെതിരായി. അതിപ്പോൾ ജൂലൈ മാസം ഒരു തീയതി, ഒരു 9-ാം തീയതി മറ്റൊരു പ്രഖ്യാപിച്ചു. ആരൊക്കെയാ സമരം നടത്തുന്നത്? എല്ലാ BJPയുടെ ഒഴികെ ബാക്കി എല്ലാ ട്രേഡ് യൂണിയനുകളും കൂടെ ചേർന്നിട്ടാണ് തൊഴിലാളികൾ സമരം ചെയ്യുന്നത്. ഏറ്റവും വിശാലമായ അടിസ്ഥാനത്തിൽ പരസ്പരം ചർച്ച ചെയ്ത് നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കണം. അപ്പോൾ ഈ ആശാ വർക്കർമാർ അവർക്ക് ഇന്ന് അഭിമുഖീകരിക്കേണ്ടി വരുന്ന വിഷമതകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള സമരം അവർക്ക് മറ്റാരോടും സംസാരിക്കാതെ പിന്നെ 26,000 27,000 അവർക്ക് നിത്യേന 300 രൂപ കിട്ടുന്നത് 700 രൂപയായിട്ട് വർദ്ധിപ്പിക്കണമെന്ന വളരെ ന്യായമായ ഒരു ആവശ്യം മാത്രമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അത്തരം ഒരു ആവശ്യത്തോട് ഇടതുപക്ഷം നേതൃത്വം നൽകുന്നൊരു സർക്കാരിന് അനുഭാവപൂർണമായൊരു നയമില്ല. പകരം കൈ കഴുകി ഒഴിഞ്ഞു മാറുകയാണ്. ഇത് കേന്ദ്രത്തിൻ്റെ ചുമതലയാണ്, ഞങ്ങൾക്കിതിലൊന്നും ചെയ്യാനില്ല എന്ന് പറയുന്നത് അതിലൊരു മനുഷ്യത്വരഹിതമായ ഒരു അംശമില്ല അതിനകത്ത്. അല്ല, നമ്മൾ നമ്മുടെ സമൂഹത്തിലെ ഓരോ അവശ ജനവിഭാഗങ്ങളുടെയും പ്രശ്നങ്ങൾ എടുക്കുമ്പോൾ ഇപ്പോൾ 1,600 രൂപ പെൻഷനാണ് കൊടുക്കുന്നത്. ഇത് പോരാ, ഈ 1,600 രൂപ കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് ഇവർ പറഞ്ഞാൽ അത് സത്യമാണ്. പക്ഷെ അത് വർദ്ധിപ്പിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് പേര്, ഇപ്പോൾ നമ്മുടെ ഒരു സഹോദരി ഇടുക്കിയിൽ വന്നല്ലോ, കുറച്ച് കുടിശ്ശിയുണ്ടായപ്പോൾ ഭിക്ഷ എടുക്കാൻ വേണ്ടി വന്നല്ലോ. പലരും അവർക്ക് വലിയ പ്രാധാന്യമെല്ലാം കൊടുത്തു. ഏറ്റവും അവസാനം പറയുന്ന അവർ BJPയുടെ നേതാവായിട്ട് മാറിയെന്നാണ്. ഇങ്ങനെ പലതും ഒറ്റപ്പെട്ട, അവർക്ക് അങ്ങനെ ഭിക്ഷ എടുക്കാൻ അവകാശമില്ലേ? അവരുടെ ദയനീയമായ അവസ്ഥ അവതരിപ്പിക്കാൻ അവകാശം ഇല്ലെന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇതിനതിൽ അന്തിമമായി ഇതിലെല്ലാം സാമ്പത്തികവും രാഷ്ട്രീയവുമായ ഘടകങ്ങളാണുള്ളത്. നമ്മുടെ സമൂഹത്തിലെ എല്ലാ പ്രശ്നങ്ങളിലും സാമ്പത്തികവും ഘടകങ്ങളുണ്ട്. ഒരു സംസ്ഥാന ഗവൺമെൻറ് എന്തൊക്കെ ചെയ്യാമെന്നുള്ളതുണ്ട്. രാഷ്ട്രീയ ഘടകമുണ്ട്. ആരാണിത് ചെയ്യേണ്ടത്, ആർക്കാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം? ഇത് രണ്ടും വെച്ച് നോക്കുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ് സംബന്ധിച്ചിടത്തോളം ഇവരുന്നയിച്ചിട്ടുള്ള പ്രശ്നങ്ങളിൽ സാമ്പത്തികമായി കഴുത്ത് ജനിക്കപ്പെടുന്ന ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനോട് പറയുകയാണ്, ഒരു വിഭാഗം വന്നിട്ട് പറയുകയാണ്. ആ കൂട്ടത്തിൽപ്പെട്ട ബാക്കി എല്ലാ യൂണിയനുകളിലും പെട്ടവരുണ്ട്. ഇവർക്ക് അവരോട് ചർച്ച ചെയ്യാനും നമുക്കിത് ഉന്നയിക്കണ്ടേ? അതൊന്നുമില്ല, ഞങ്ങൾ മാത്രം ഇത് നേടിയെടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരികയാണ്.
അപ്പോഴാണ് പറഞ്ഞത് നമുക്ക് കേന്ദ്രമാണിത് അത് മുഖ്യമായി തീരുമാനമെടുക്കേണ്ടത്, നമുക്ക് കേന്ദ്രത്തിനെതിരായിട്ട് ചെയ്യാം. അപ്പോൾ ഈ വിഷയത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ, നമ്മുടെ രാജ്യത്ത് ആകെയുള്ള ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ്, ഒരു ബദൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റിന് രാഷ്ട്രീയമായി ക്ഷീണിപ്പിക്കുന്ന ഒരു സമരമായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, അതിൽ ഈ CPM-ൻ്റെ ഒരു പ്ലാറ്റ്ഫോമിലല്ല അവർ സമരം തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് CPM-നോടും സംസ്ഥാന സർക്കാരിനോടുമുള്ള ഒരു വെല്ലുവിളിയായിട്ടാണോ ഇതിനെ കാണുന്നത്? ഒരിക്കലുമല്ല. പക്ഷേ ഈ സമരം അതിനാധാരമായ വിഷയങ്ങളിൽ കേന്ദ്രത്തിൻ്റെ പങ്കും ഉത്തരവാദിത്വവും ഇവർ സംസാരിക്കുന്നേ ഇല്ല. അതാണ് പ്രശ്നം. കാലങ്ങളായിട്ട് ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ കേരള ഘടകം CPM-ൻ്റെ, കേരളത്തിലെ ഗവൺമെൻറ്, ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ CPM-ൻ്റെ ഏറ്റവും പ്രബലമായ ഒരു സർക്കാരും പാർട്ടി ഘടകവുമാണ്. കാലങ്ങളായി CPM-ൻ്റെ കേരള ഘടകം, CPM-ൻ്റെ അഖിലേന്ത്യാ ഘടകത്തിന് മേൽ എപ്പോഴും ഒരു മേൽക്കൈ നേടുന്ന ഒരു ഘടകം കൂടിയാണ്. കേരളത്തിൽ നിന്ന് തന്നെയുള്ള ഒരു ജനറൽ സെക്രട്ടറി വരുമ്പോൾ ഇതേ മേൽക്കൈ കേരള ഘടകത്തിനും കേരളത്തിൻ്റെ ഭരണ പ്രതിനിധികൾക്കുമൊക്കെ CPM പോളിറ്റ് ബ്യൂറോയിൽ ഇനിയും ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഒന്ന്, ഈ കേരള പാർട്ടി ഘടകം അഖിലേന്ത്യാ തലത്തിൽ പാർട്ടിക്ക് മേൽ മറ്റ് ഘടകങ്ങൾക്ക് മേലൊരു മേൽക്കൈ അനുഭവിക്കുന്നുണ്ട് എന്നുള്ള നിരീക്ഷണം മാധ്യമങ്ങൾ ഓരോ കാര്യങ്ങളും എടുത്ത് പരിശോധിക്കുമ്പോൾ അങ്ങനെ മാധ്യമങ്ങൾക്ക് തോന്നാം. പക്ഷേ കുറേ കാലമായിട്ട് EMS ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് ഞാൻ പാർട്ടി കേന്ദ്ര കമ്മിറ്റി വരുന്നത്. ആ കാലം മുതൽ ഈ പാർട്ടി പ്രവർത്തിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനുശേഷം EMS മാറിയപ്പോൾ ഹർകിഷൻ സിംഗ് സുർജിത്താണ് വന്നത്. അതിനുശേഷം പ്രകാശ് കാരാട്ട് വന്നു, സീതാറാം യെച്ചൂരി വന്നു. അവിടെ ചർച്ച ചെയ്യുമ്പോൾ, നയപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ എല്ലാവരും കൂടിയാലോചിച്ച് ചർച്ച ചെയ്ത് അഭിപ്രായ സമന്വയം ഉണ്ടാവും. ചിലപ്പോൾ ഭൂരിപക്ഷം ന്യൂനപക്ഷം നോക്കിയിട്ട് തീരുമാനങ്ങൾ എടുക്കും. അതിൽ കേരള ഘടകം ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവസാന തീരുമാനം ഉണ്ടാവുന്നതിൻ്റെ മുഖ്യ ഫാക്ടറായിട്ട് ഘടകമായിട്ട് ഒരിക്കലും ബോധിച്ചിട്ടില്ല. മൊത്തത്തിൽ നടക്കുന്ന ചർച്ചയിലൂടെ എത്തിച്ചേരുന്ന തീരുമാനങ്ങളാണ്. ഒരു കാര്യം കൂടി ഞാൻ ഇനി വേണമെങ്കിൽ പറയാം. പാർട്ടി പ്രവർത്തിക്കുന്ന ഒരു രീതി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ജൂലൈ ക്രൈസിസ് എന്ന് പറഞ്ഞിട്ട് ദേശീയ രാഷ്ട്രീയത്തിലൊരു പ്രതിസന്ധി, അത് പാർട്ടിക്കുള്ളിലാണ് ഈ ജൂലൈ ക്രൈസിസ് എന്നുള്ള അറിയപ്പെടുന്നത്. അത് മറ്റൊന്നുമല്ല, മറ്റേ മൊറാർജി ദേശായിയുടെ ഗവൺമെൻറ് RSS അംഗത്വം ജനസംഘം അംഗങ്ങൾക്ക് സാധ്യമാണോ, ഡ്യുവൽ മെമ്പർഷിപ്പ് സാധ്യമാണോ, RSS അംഗമായിരിക്കുക, ജനതാ പാർട്ടിയിലും അംഗമായിരിക്കുക, അത് പാടില്ല എന്ന് പറഞ്ഞിട്ട് മതസംബന്ധവാദം എല്ലാം കൂടി സമീപനം എടുത്തപ്പോൾ ഈ RSS ജനതാ പാർട്ടിയിൽ RSS അംഗങ്ങൾ ജനതാ പാർട്ടിയിൽ കൂടി അംഗത്വം എടുത്തുകൊണ്ട് തുടരുന്നതിനെതിരായിട്ടുള്ള ഒരു തീരുമാനം CPM എടുത്തു. അപ്പോൾ ജനതാ ഗവൺമെൻറ് ഇതിൻ്റെ പേരിൽ ഒരു പ്രതിസന്ധിയിലാക്കിക്കൂടാ എന്ന നിലപാടാണ് ബംഗാൾ ഘടകം എടുത്തത്. അതെല്ലാം പൊതുവിൽ ചർച്ച ചെയ്ത വിഷയമായതുകൊണ്ട് ഞാൻ പറയുകയാണ്. പക്ഷേ പാർട്ടി എടുത്ത തീരുമാനം ആ ഗവൺമെൻറ്റിനെതിരായിട്ട് വോട്ട് ചെയ്യണം ലോക്സഭയിൽ. അന്ന് കേരളത്തിൽ നിന്ന് 4-5 പേരെ ലോക്സഭാംഗങ്ങളായിട്ടുള്ളൂ, 5-6 പേരേ ഉള്ളൂ. 20-ലധികം ആളുകൾ ബംഗാളിൽ നിന്ന്. അവർ മുഴുവൻ ഈ പാർട്ടി നയം നടപ്പാക്കിക്കൊണ്ട് വോട്ട് ചെയ്യുകയാണ് ചെയ്തത്. ബംഗാൾ ഘടകം, ഒന്ന് പ്രമോദാസ് ഗുപ്തയാണ് ബംഗാളിലെ സെക്രട്ടറി, വളരെ പ്രബലനായിട്ടുള്ള ജ്യോതിബാസുണ്ട്. അപ്പം ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് പുറത്ത് പറഞ്ഞു വരുത്തുന്നത് പോലെയല്ല. പാർട്ടി ചർച്ച ചെയ്തെടുക്കുന്ന തീരുമാനം, അവരുടെ ഇൻഡിവിജ്വൽ ലോയൽറ്റി, വ്യക്തിപരമായി അവരേത് സംസ്ഥാനത്ത് നിന്ന് വരുന്നു, ആ സംസ്ഥാന ഘടകം എന്ത് അഭിപ്രായം പറയും, ഇതൊന്നും നോക്കിയിട്ടല്ല. പാർട്ടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തിൻ്റെ ഒപ്പം പാർട്ടി നിൽക്കും. അതുകൊണ്ട് ചുരുക്കത്തിൽ കേരള പാർട്ടി ഘടകം അഖിലേന്ത്യാ പാർട്ടി ഘടകത്തെ സ്വാധീനിക്കുന്നു, നിയന്ത്രിക്കുന്നു എന്ന് പറയുന്നത് വസ്തുതയുമായി ബന്ധമില്ലാത്ത ഒരു കാര്യമാണ്. അല്ല, അന്ന് വാസ്തവത്തിൽ ഇപ്പോൾ ഈ അടിയന്തരാവസ്ഥയെക്കുറിച്ചും JP മൂവ്മെൻറ്റിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അന്ന് P. സുന്ദരയ്യ CPM-ൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുന്നുണ്ട്. കാരണം ജനസംഘവുമായിട്ട് കൈകോർത്തുകൊണ്ട് ഇന്ദിരാഗാന്ധിയുടെ ഏകാധിപത്യ ഭരണകൂടത്തിനെതിരെ പൊരുതുന്നത് ശരിയല്ലെന്നും അത് വലിയ ദോഷമുണ്ടാക്കുമെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം മുന്നോട്ട് വയ്ക്കുകയും, പക്ഷേ ആ അഭിപ്രായത്തോട് കേന്ദ്ര കമ്മിറ്റി യോജിക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുന്നുണ്ട്. ഇന്നിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ P. സുന്ദരയ്യ ഒരു വലിയ ദീർഘദർശിയായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. ഇന്ന് RSSും BJP ഇത്ര ശക്തമായ ഒരവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്ന ഒരു കാഴ്ച കാണുമ്പോൾ
അന്ന് യഥാർത്ഥത്തിൽ പാർട്ടിയുടെ മുമ്പിലുണ്ടായിരുന്ന കടമ അടിയന്തരാവസ്ഥ എന്ത് വില കൊടുത്തു അവസാനിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ്. അതായിരുന്നു അന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കടമ. ഇവിടെ സുന്ദരയ്യ എന്ന് പറയുന്ന സഖാവ് പിന്നെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതുല്യനായി ഇപ്പോൾ EMSനെ തന്നെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആളാണ്. സഖാവിനും വലിയ അല്ലേ സ്വാധീനമുണ്ടായിട്ടുണ്ട് അല്ലേ. EMSന്റെ ആത്മകഥയിൽ ഒരു അധ്യായത്തിൻ്റെ പേര് P. സുന്ദരയ്യ എന്നാണ്. EMSന്റെ ആത്മകഥയിൽ അതാണ്. അദ്ദേഹത്തെ പോലുള്ളവരുമായിട്ട് സംസാരിക്കാനും അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ എടുക്കാനും എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. ഞാൻ അടിയന്തരാവസ്ഥക്കാലത്ത് ആദ്യമായി അഖിലേന്ത്യാ തലത്തിൽ വിദ്യാർത്ഥികളുടെ ഒരു രഹസ്യ യോഗം നടന്നു ഡൽഹിയിൽ വെച്ചിട്ട്. സഖാവ് സുന്ദരയ്യ എന്ന ജനറൽ സെക്രട്ടറിയാണ്, രാജിവെച്ചിട്ടില്ല. ഈ യോഗത്തിൽ പങ്കെടുത്തു. സഖാവ് സുന്ദരയ്യാണ് പാർട്ടിയിൽ നിന്ന് പങ്കെടുത്തത്. പ്രകാശ് കാരാട്ട് ഉണ്ടായിരുന്നു അന്ന് ഓൾ ഇന്ത്യ പ്രസിഡന്റ്, ബിമൻ ബാസു ഉണ്ടായിരുന്നു, മറ്റു മണിക് സർക്കാർ ഉണ്ടായിരുന്നു. അവരൊക്കെ അന്ന് പിന്നെ വിദ്യാർത്ഥി പ്രവർത്തകരാണ്. അന്ന് സഖാവ് സുന്ദരയ്യ എടുത്ത സമീപനം ഈ RSS ഉൾപ്പെടുന്ന അന്നത്തെ ജനസംഘം, ആ ജനസംഘം ഈ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്താതെ നോക്കണം. സഖാവ് സുന്ദരയ്യ അടക്കം പങ്കെടുത്ത് പറഞ്ഞ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് പാർട്ടി എടുത്ത നിലപാട് കുറേ പേർക്കറിയാം, ഞാൻ വെളിപ്പെടുത്തുകയാണ്. ജനസംഘവുമായി ചേർന്നിട്ടുള്ള സമരത്തിന് അന്ന് CPM തയ്യാറായിരുന്നില്ല. ഈ സുന്ദരയ്യ ഉൾപ്പെടെയുള്ളവരുടെ ചർച്ചയെ തുടർന്ന് പാർട്ടി എടുത്ത സമീപനം. എന്നാണ് ഒരു ഇംഗ്ലീഷ് വാക്ക് ഞാൻ പഠിക്കുന്നത്. അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ടുള്ള സമരം സിങ്ക്രണൈസ് ചെയ്യാൻ മാത്രമേ പാടൂ. CPMഉം ഇടതുപക്ഷ പാർട്ടികളും സ്വതന്ത്രമായി ആ സമരം ഒരേ ദിവസമായിരിക്കും. അതാണ് സിങ്ക്രണൈസേഷൻ. അങ്ങനെയാണ് ആ വാക്ക് ഞാൻ ആദ്യമായിട്ട് മനസ്സിലാക്കിയത്. അന്ന് അവരും മറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നമ്മൾ ഇങ്ങനൊരു പ്രതിഷേധ പ്രകടനം ഇന്ന ദിവസം ജൂലൈ 10, 11 തീയതികളിലാണ് പ്രതിഷേധ പ്രകടനം നടന്നത്. അതിനു മുമ്പ് ഞങ്ങൾ പ്രതിഷേധ പ്രകടനം നടത്തി. ജൂൺ 25 അടിയന്തരാവസ്ഥ വന്നു. ജൂലൈ 1 തീയതി ഞങ്ങൾ അറസ്റ്റ് വരെ ജയിലിൽ പോയി. DAR അനുസരിച്ച് വിദ്യാർത്ഥികൾ, ഭാരവാഹികൾ. അതിനുശേഷം 10ഉം 11ഉമാണ് EMSഉം AKGയും KM ജോർജും ബാലകൃഷ്ണപിള്ളയും ഒക്കെ പ്രതിഷേധ സമരം നടത്തുന്നത്. ഇന്ന് കമ്മ്യൂണിക്കേറ്റ് അതേ ദിവസം അവരും ചെയ്യും, ഒരുമിച്ചല്ല. അതിനെക്കുറിച്ച് തന്നെ സഖാവ് സുന്ദരയ്യക്ക് വിമർശനം ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. അതെല്ലാം ഭാവി ചരിത്രകാരന്മാർ വിലയിരുത്തേണ്ടതാണ്. പക്ഷേ ആ ഒരു മൂവ്മെൻറ്റ് CPM അതിൻ്റെ കൂടെ നിൽക്കുന്നു. അത് ജനസംഘത്തിനും അതുപോലെ തന്നെ RSSനുമൊക്കെ വലിയ ഒരു വിസിബിലിറ്റി വീണ്ടും കൊടുത്തു. ഗാന്ധി വധത്തിൻ്റെ നിഴലിലായിരുന്ന RSSും അതുപോലെ തന്നെ അവരുടെ അനുബന്ധ പോഷക സംഘടനകളൊക്കെ തന്നെ വീണ്ടും ജനങ്ങളുടെ ഒരു സമ്മതി ആർജിക്കുന്ന ഒരു നിലയിലേക്ക് എത്തി. അപ്പോൾ അതിനെയൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് വാസ്തവത്തിൽ അന്ന് P. സുന്ദരയ്യ അതിനെതിർക്കുന്നതും അദ്ദേഹം ആ സ്ഥാനം രാജിവെക്കുന്നതും. അപ്പോൾ സഖാവിന് ഇപ്പോൾ തോന്നുന്നുണ്ടോ അന്ന് P. സുന്ദരയ്യ സ്വീകരിച്ച നയത്തിൽ ഒരുപാട് ശരികളുണ്ടായിരുന്നുവെന്ന്? എനിക്കിപ്പോൾ തോന്നുന്നത് ഈ RSSൻ്റെ ഭാവി വളർച്ചയുടെ സാധ്യതകളെക്കുറിച്ച് ഈ സഖാവ് സുന്ദരയ്യ മാത്രമല്ല, RSS വളരെ ക്ഷമാപൂർവം നടത്തുന്ന പ്രവർത്തനങ്ങളിലൂടെ അവരവരുടെ കരുത്ത് വർദ്ധിപ്പിക്കും എന്നുള്ള കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മറ്റ് നേതാക്കന്മാർ EMSനെ പോലുള്ളവരെല്ലാം പറഞ്ഞിട്ടുണ്ട്. അത് പ്രായോഗികമായിട്ട് എങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ, പിന്നെ 1989 തെരഞ്ഞെടുപ്പിൽ 84 തെരഞ്ഞെടുപ്പിൽ 400-ലധികം സീറ്റ് നേടിയിട്ട് നെഹ്റുവിനും ഇന്ദിരാഗാന്ധിക്കും കിട്ടാത്ത വിജയം പിന്നെ രാജീവ് ഗാന്ധി കൈവരിച്ച തെരഞ്ഞെടുപ്പാണ്. പിന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 5 വർഷം കഴിഞ്ഞ് 1989 രാജീവ് ഗാന്ധി തോക്കുകയാണ്, VP സിംഗ് വരികയാണ്. ആ സമയത്ത് VP സിംഗിൻ്റെ ചില സ്റ്റേജുകളിൽ BJPയുടെ പതാകയുണ്ടായിരുന്നു. അപ്പോൾ CPM BJPയുടെ വേദിയിൽ VP സിംഗ് സംസാരിച്ചുകൂടാ, പോകാൻ പാടില്ല. അങ്ങനെ പോയാൽ VP സിംഗിൻ്റെ കോൺഗ്രസ് ഫോർ ഡെമോക്രസിയും പിന്നെ അങ്ങനെയുള്ള പല പല ഘടകങ്ങളായിട്ടാണ് അവർ രൂപപ്പെട്ടുകൊണ്ടിരുന്നത്. ഞങ്ങൾ പുനർവിചിന്തനം ചെയ്യും എന്ന് സുർജിത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ VP സിംഗ് BJPയുടെ കൂടി ഉള്ള വേദിയിൽ ഞാൻ പ്രസംഗിക്കില്ല, ആഗ്രയിലായിരുന്നു, എൻ്റെ ഓർമ്മയിലുണ്ട്. അപ്പോൾ അത് പത്രങ്ങളെല്ലാം ചർച്ച ചെയ്തു. ഇത് പിന്നെ അവിടെ VP സിംഗ് പ്രസംഗിക്കുമോ, അവിടുത്തെ BJPയുടെ കൂടി മാറ്റുമോ? അപ്പം BJPയുടെ ആപത്തിനെക്കുറിച്ച് CPIM എന്നും ബോധവാന്മാരായിരുന്നു. 1989 ഗവൺമെൻറ്റിൽ VP സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിൽ CPIM പങ്കെടുക്കണം എന്ന് VP സിംഗിന് അഭിപ്രായം ഉണ്ടായിരുന്നു. CPIM ആ ഗവൺമെൻറ്റിൽ ചേരണമെന്ന് BJPക്ക് അഭിപ്രായം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ്? അങ്ങനെ CPM ചേർന്നാൽ BJPക്കും ചേരാം. അപ്പോൾ CPM എന്താ പറഞ്ഞത്? VP സിംഗും കൂട്ടാളികളും ചേർന്ന് ഗവൺമെൻറ് രൂപീകരിക്കണം.
CPM അതിൽ ചേരുന്ന പ്രശ്നമില്ല, BJP അതിൽ ചേരാനും പാടില്ല. BJP ചേരുകയാണെങ്കിൽ ഞങ്ങളതിനെ പിന്താങ്ങിയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള നിലപാട് നിരന്തരം CPIM എടുത്തു പോന്നിട്ടുണ്ട്. വർഗീയതയുടെ ആപത്ത് എല്ലാ ഘട്ടത്തിലും CPIM തിരിച്ചറിഞ്ഞു. സഖാവ് EMSൻ്റെ വളരെ ബോൾഡായ സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോഴും അതുപോലെ പരസ്യമായിട്ട് ആവർത്തിക്കാൻ CPM കഴിയുമോ? അടുത്ത ഇലക്ഷൻ വരികയാണ്. ഇനി അടുത്ത ഇലക്ഷൻ എനിക്കത് പറയാൻ നിങ്ങൾ അവസരം തരികയാണെങ്കിൽ CPIM-ന് ഒരു തെരഞ്ഞെടുപ്പിലും RSSൻ്റെ ഒറ്റ വോട്ടും ആവശ്യമില്ല. അത് ഞങ്ങൾക്ക് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. അതിൻ്റെ പേരിൽ ചിലപ്പം ചില തിരിച്ചടികൾ ഞങ്ങൾക്ക് ഉണ്ടായെന്ന് വരും. അതൊന്നും പ്രശ്നമില്ല. ഒരിക്കൽ കോൺഗ്രസ്സിലായിരുന്ന ആളുകൾ പണ്ടൊക്കെ CPM-ലേക്ക് വരുമ്പോൾ വളരെ മാറ്റുരച്ച് നോക്കി പതുക്കെ മാത്രം പാർട്ടിയുടെ ഭാഗമാക്കുകയൊക്കെ ചെയ്തിരുന്നൊരു പ്രക്രിയയിൽ നിന്ന് കുറച്ചുകൂടെ വേഗത്തിൽ ഒരു അബ്സോർപ്ഷൻ നടക്കുന്നതായിട്ട് തോന്നാറുണ്ട്. ഇപ്പോൾ സരിൻ്റെയൊക്കെ കാര്യത്തിലുള്ളതുപോലെ ഇപ്പം സരിനൊക്കെ ഒരു മാന്യമായൊരു പദവി CPM-ൻ്റെ ഭാഗത്തുനിന്ന് കൊടുത്തു. അതുപോലെയുള്ള സംഗതികൾ പാർട്ടി അനുഭാവികളെ, പാർട്ടി അണികളെ ഏത് രീതിയിലാണ് സ്വാധീനിക്കുക എന്ന് ചിന്തിച്ചിട്ടുണ്ട്? അതിൽ എനിക്ക് പറയാനുള്ളത്, ഒന്ന് പാർട്ടി ഇപ്പം ചർച്ച ചെയ്തെടുക്കുന്ന തീരുമാനം, ആ തീരുമാനം പാർട്ടിയുടെ ഭാവിക്ക് സഹായകരമാണ് എന്ന ഉത്തമ ബോധ്യത്തിലാണ് പാർട്ടി നേതൃത്വം ഒരു തീരുമാനമെടുക്കുന്നത്. അത് ഉൾക്കൊണ്ടുകൊണ്ട് അത് അംഗീകരിക്കാൻ പാർട്ടിയുടെ എല്ലാ തലങ്ങളിലും പ്രവർത്തിക്കുന്ന സഹാക്കൾ തയ്യാറാകണം എന്നുള്ളതാണ് അഭിപ്രായം. അവിടെ അതിലേക്ക് ഞാൻ വരികയാണ്. അതിൽ CPIM-ന് ഒരിക്കലും ഒരു വിലയിരുത്തിയൊരു തീരുമാനത്തിലെത്തുന്നതിനിടയ്ക്ക് ആ എറർ ഓഫ് ജഡ്ജ്മെൻ്റ് എന്ന് പറയുമല്ലോ, എന്നതിന് മലയാളത്തിൽ പറയാൻ പറ്റിയ ഒരു 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 വിലയിരുത്തുന്നതിലൊരു പിശക് ഒരിക്കലും സംഭവിക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ സംഭവിക്കുക, അത് മനുഷ്യ സഹജമാണ്. ഇത് പിന്നെ എത്രയോ ആളുകൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പം നമുക്കിപ്പം മനസ്സ് തുറന്നു നോക്കാൻ കഴിയില്ല. പക്ഷെ അതിൽ അവസാനമായി പറയാനുള്ളത്, തെറ്റായ പല പിന്നെ പാരമ്പര്യങ്ങളും അല്ലെങ്കിൽ ചെയ്തികളും ഉണ്ടായിരുന്ന ഒരാളാണ് അയാൾ മാറിയിട്ട് വന്നു. ഇപ്പം OK വാസുവിനെ പോലുള്ള ചിലർ കണ്ണൂരിൽ വന്നിട്ടുണ്ട്, സുധീഷ് മിന്നിയെ പോലുള്ളവർ വന്നിട്ടുണ്ട്. അവിടെ എല്ലാം പാർട്ടിയെ നയിക്കുന്ന ചിന്തയെന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു തത്വമാണ്, എവരി സിന്നർ ഹാസ് എ ഫ്യൂച്ചർ, എവരി സെയിൻ ഹാഡ് എ പാസ്റ്റ്. ഒരു മഹാന് ഒരു പഴയകാലം ഉണ്ടാവും, ആ പഴയകാലത്ത് പലതും അയാൾ ചെയ്തിട്ടുണ്ടാവും. അതല്ല നമ്മൾ നോക്കേണ്ടത് ഇപ്പം അദ്ദേഹം മഹാനാണോ എന്നുള്ളതാണ്. അതെ അതെ, ഇപ്പം തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ, അയാൾ ഞാൻ തെറ്റ് ചെയ്തു, ഞാനിത് ആവർത്തിക്കില്ല, ഞാൻ തിരുത്താൻ തയ്യാറാകുന്നുണ്ടെന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട, നീ തെറ്റ് തന്നെ ചെയ്തുകൊണ്ടിരുന്നോളൂ എന്നാണോ പറയേണ്ടതല്ല. ഇതാണ് താത്വികമായിട്ടുള്ള സമീപനം. ഇത് പ്രായോഗികമായി വരുമ്പോൾ എൻ്റെ മാന്യ സുഹൃത്ത് പറഞ്ഞതുപോലെ എപ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല. ചിലപ്പം ചില പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് വരും. ഏറ്റവും ത്യാഗത്തോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകൾ ചിലപ്പോൾ തെറ്റായ നിലപാടിലേക്ക് പോയിട്ടില്ലേ. ഇപ്പോൾ എനിക്ക് ഏറ്റവും വ്യക്തിപരമായി ബന്ധമുള്ള ഒരാളാണ് ഗൗരിയമ്മ. ഗൗരിയമ്മ ഒരു ഘട്ടത്തിൽ വന്നപ്പോൾ പാർട്ടിയിൽ നിന്ന് അകന്നു പോയി. ഞങ്ങൾക്കുള്ള ഏക ആശ്വാസം പിന്നീട് ഗൗരിയമ്മ തിരിച്ച് പാർട്ടിയുമായിട്ട് തന്നെ വന്നു. മക്കളെപ്പോലെ ഞങ്ങളെല്ലാം കാണുന്ന പിന്നെ ബെറ്റിക്കൻ്റെ പിന്നെ ജീവിത പങ്കാളിക്കൊക്കെ വലിയ വിഷമം ഉണ്ടായതാണ് ഗൗരിയമ്മ പാർട്ടിയിൽ നിന്ന് അകന്നു പോകുന്നത്. അപ്പോൾ അങ്ങനെ പലതും സംഭവിച്ചു എന്ന് വരാം. അവിടേക്ക് EMS പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾ പാർട്ടിയുടെ ഭാഗമാണ്, ഞങ്ങൾ പാർട്ടിക്ക് നിരക്കാത്തവരായി കഴിഞ്ഞാൽ ഞങ്ങൾ തള്ളിക്കളഞ്ഞോളൂ. അതാണ് EMS പരസ്യമായി പറയാറുണ്ടായിരുന്നത്. അല്ല, ഈ തൃശ്ശൂർ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടി വരികയാണ്. അതായത് 2016 നിയമത്ത് UDF വളരെ ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയാണ് നിർത്തിയത് എന്നുള്ളതിലൊരു വസ്തുതയുണ്ട്. പക്ഷേ 2021 അവർ എന്താ ചെയ്തത്, അല്ലെങ്കിൽ കെ മുരളീധരനെ പോലെ വളരെ ശക്തനായ ഒരു കാൻഡിഡേറ്റിനെ അവിടെ കൊണ്ടുവരുന്നു. കെ മുരളീധരൻ്റെ സ്ഥാനാർത്ഥിത്വം ഒരർത്ഥത്തിൽ LDF-ന് സഹായകരമാവുകയാണ് ചെയ്തത്. അതായത് അല്ലെങ്കിൽ അദ്ദേഹം മത്സരിച്ചില്ലായിരുന്നെങ്കിൽ BJP-ലേക്ക് പോകുമായിരുന്ന കുറേ വോട്ടുകൾ UDF പിടിക്കുകയും അത് LDF-ന് സഹായമാവുകയും ചെയ്തു. അതുപോലെ തന്നെ 2024 ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ഒരു അഗ്നിപരീക്ഷ വരികയാണ് എന്ന് തോന്നിയപ്പോൾ UDF വളരെ ശക്തമായൊരു നീക്കമാണ് നടത്തിയത്. വടകരയിൽ നിന്ന് മുരളീധരനെ തൃശ്ശൂരിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ BJP-യെ നേരിടുന്നതിൽ UDF-ൻ്റെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ച ഉണ്ടായി എന്ന് പറയാൻ പറ്റില്ല. അതേസമയം
ഈ തിരഞ്ഞെടുപ്പിനോട് അടുത്ത ദിവസങ്ങളിൽ തൃശ്ശൂർ പൂരവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ ഒരു വിവാദം ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ സ്വാധീനിച്ചു എന്ന വലിയൊരു വിലയിരുത്തലുണ്ട്. പക്ഷെ പിന്നീട് CPM-ൻ്റെ അല്ലെങ്കിൽ CPM-ൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഒരു വിലയിരുത്തൽ വന്നത് ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ചയുണ്ടായി എന്ന വലിയ വിമർശനം നിലനിൽക്കെ തന്നെ ആ വീഴ്ചയാണ് അവസാന ഘട്ടത്തിൽ BJP സ്ഥാനാർത്ഥിയെ സഹായിച്ചത് എന്നുള്ള ഒരു നിരീക്ഷണമുണ്ട്. അതിനോടുള്ള ഒരു മറുപടി എന്താണ്? അതിനുള്ള മറുപടിയിലേക്ക് കടക്കുമ്പോൾ ആദ്യം കാണേണ്ടത് ശ്രീ മുരളീധരനെ പോലെ ശക്തനായൊരു സ്ഥാനാർത്ഥിയോട് വന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. പക്ഷേ ആ സ്ഥാനാർത്ഥി വന്നിട്ടും കോൺഗ്രസിൻ്റെ വോട്ട് ചോരുന്നതാണ് നമ്മൾ കണ്ടത്. TN പ്രതാപൻ പിടിച്ച് അത്രയും വോട്ട് എന്തുകൊണ്ട് K മുരളീധരന് പിടിക്കാൻ പറ്റിയില്ല? അത് K മുരളീധരന് പിടിക്കാൻ പറ്റാതെ ചോർന്നത് കൊണ്ടല്ലേ അവിടെ BJP സ്ഥാനാർത്ഥി ജയിച്ചത്. രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരവ്. പക്ഷേ ആ വോട്ടുകൾ K മുരളീധരന് പിടിക്കാൻ പറ്റാതെ പോയ വോട്ടുകൾ എന്താ പറയുന്നത് LDF-ൻ്റെ സ്ഥാനാർത്ഥിയിലേക്ക് വന്നില്ല എന്നുള്ളൊരു വസ്തുതയുമുണ്ട്. അതുകൊണ്ട് പക്ഷേ LDF-ൻ്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് അവിടെ വർദ്ധിച്ചു. വോട്ട് ചോർന്ന് BJP സ്ഥാനാർത്ഥിക്ക് പോയത് കോൺഗ്രസിൻ്റെ വോട്ടാണ്. അപ്പം അവിടെ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ എന്തെങ്കിലും സംഭവമാണോ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വോട്ട് ചോരാൻ കാരണം? അല്ലല്ലോ. തൃശ്ശൂർ പൂരവുമായിട്ട് ബന്ധപ്പെട്ടെന്തെങ്കിലും അബദ്ധം അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുണ്ടായോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവാം. അതിനകത്ത് ഞാൻ BJP സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വഴിമരുന്നിട്ടത് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള സംഭവവാസങ്ങളാണെന്ന് പറഞ്ഞാൽ അതിനേക്കാളും വ്യക്തമായ കാരണം BJP സ്ഥാനാർത്ഥിയുടെ വിജയത്തിൻ്റെ കാരണം നമ്മുടെ മുമ്പിലുണ്ട്. BJP സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് തുല്യമായ വോട്ട് കോൺഗ്രസിൽ നിന്ന് അവിടെ ചോർന്നിരിക്കുന്നു. അതാണ് മുഖ്യ കാരണം. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ അവിടെ കുറേ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കി എന്നുള്ളത് ശരിയാണ്. അത് മുതലെടുക്കാൻ പലരും ശ്രമിച്ചിട്ടുണ്ടാവും. BJP ഒരുപക്ഷെ ശ്രമിച്ചിട്ടുണ്ടാവും. അതെങ്ങനെയാണ് സൂക്ഷ്മമായിട്ട് പ്രതിഫലിച്ചിട്ടുണ്ടാവുക എന്നുള്ള ഒരു വിലയിരുത്തൽ നടത്താനുള്ള വസ്തുതകളൊന്നും എൻ്റെ കൈവശമില്ല. അതുകൊണ്ട് ആ ചോദ്യം നിലനിൽക്കും. എനിക്കിപ്പോൾ അതിനകത്തൊരു ഉത്തരം എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം നൽകാനുള്ളത് BJP സ്ഥാനാർത്ഥി അവിടെ ജയിക്കാനിടയായതിൻ്റെ കാരണം വളരെ വ്യക്തമായി അരിത്തമാറ്റിക്കൽ വസ്തുതകൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ നമ്മൾ വേറൊരു കാരണം അന്വേഷിച്ച് പോകേണ്ടതുണ്ടോ എന്നുള്ളൊരു മറുചോദ്യമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ചോദിക്കാനുള്ളത്. ദിലീപ് സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ട് നടത്തിയൊരു പരാമർശം ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു മാധ്യമ പരിസരവും പ്രത്യേകിച്ച് ഒരു സാമൂഹിക മാധ്യമ സ്വഭാവം എല്ലാത്തിനെയും വിവാദങ്ങളിലേക്ക് എടുത്ത് വെക്കുന്നൊരു സ്വഭാവം അതിലൊരു ഘടകമായിട്ടുണ്ടാവാം. എങ്കിൽ പോലും ഇപ്പം സിനിമയെയും സംഗീതത്തെയും ഫുട്ബോളിനെയും ഒക്കെ സ്നേഹിക്കുന്ന ഒരു ലളിത മനസ്കനായ ഒരു മനുഷ്യൻ സാധാരണ രീതിയിൽ പറയുന്ന ഒരു അഭിപ്രായം പോലും CPM ജനറൽ സെക്രട്ടറിയുടെ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ വേണമെന്ന് ശഠിക്കുന്ന ഒരു ജനത കേരളത്തിലുണ്ട്. അവർ അത് CPM അനുഭാവികൾ ഉൾപ്പെടെ അതിനെ ഈ അഭിപ്രായത്തെ എതിർക്കുകയും അത് തിരുത്തുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലുള്ള ചില അഭിപ്രായ പ്രകടനങ്ങൾ സഖാവ് എന്നുള്ള രീതിയിൽ മാത്രം അല്ലെങ്കിൽ CPM-ൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ മാത്രം പറയത്തക്ക വിധത്തിലുള്ള ചില നിബന്ധനകൾ സ്വയം വെക്കേണ്ടി വരുന്നുണ്ടോ? ഈ ചോദ്യം ചോദിച്ചതിന് എനിക്ക് നന്ദിയുണ്ട്. ഇതിനെക്കുറിച്ചുള്ള എൻ്റെ നിലപാട് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിശദീകരിച്ചതാണ്. ആ സിനിമയുടെ സംവിധായകൻ എനിക്കൊരു മെസ്സേജ് അയച്ചു. അത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല. അത് അയാൾക്ക് വളരെയധികം ദുഃഖമുണ്ട് ഇങ്ങനെ ഈ വിവാദമെല്ലാം ഞാൻ കാരണം ഉണ്ടായതിൽ എന്ന് പറഞ്ഞിട്ടാണ്. സഖാവ് അയാൾ സഖാവാണ് എന്നാണ് ആ മെസ്സേജിനകത്ത് പറഞ്ഞത്. ഒരു സഖാവ് ആയ സഖാവിന് എൻ്റെ ആദ്യത്തെ ചലച്ചിത്ര സംവിധാന സംരംഭം അത് കാണാൻ വേണ്ടി ഞാൻ നിർബന്ധിച്ച് പറഞ്ഞു. സഖാവ് അത് കാണാൻ തയ്യാറായി. പക്ഷേ ഇങ്ങനെ വിവാദമെല്ലാം ഉണ്ടായി എനിക്ക് വളരെ ദുഃഖമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ മെസ്സേജ്. അത് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ബെറ്റിക്ക് അയച്ചു കൊടുത്തു എൻ്റെ ഭാര്യ. കാര്യം ഇത് പോയിക്കഴിഞ്ഞപ്പോൾ തന്നെ ബെറ്റി പറഞ്ഞു ഇത് വിവാദമാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. സ്ത്രീകൾക്കാണ് ബുദ്ധി കൂടുതലെന്നുള്ളതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ആദ്യമായി ഈ സാഹചര്യത്തോട് പ്രതികരിക്കുമ്പോൾ ചെറുതും വലുതും എന്നൊക്കെ ഉള്ള നിലയിൽ ഞാൻ സാധാരണഗതിയിൽ കാണുകയും പറയുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളെ അങ്ങനെയല്ല ഇനി സമൂഹം എടുക്കുക എന്നുള്ള നിലയിലുള്ളൊരു കരുതൽ എനിക്ക് വേണം എന്നുള്ള വലിയ പാഠം എനിക്കിതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതാണൊന്ന്. ഈ മലയാളത്തിലുള്ള ഈ സിനിമ കാണണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് പുള്ളി ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ഡൽഹിയിലൊക്കെ എനിക്ക് കാണാൻ പറ്റില്ല.
പിന്നെ സിനിമ കാണാൻ പറ്റുന്നില്ല. അവർ നല്ല ഡൽഹിയിലുണ്ടത്, അവിടെ കാണിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ജോലി തിരക്കാണ്. അപ്പോൾ ഒരാൾ ഇങ്ങനെ ഒരു സഖാവെന്ന് പറയുന്ന ഒരാൾ നിർബന്ധിക്കുമ്പോൾ അതിന് വശപ്പെടുക എന്നുള്ളത് എൻ്റെ ഒരു ബലഹീനതയാണ്. ആ ഒരു ദൗർബല്യം എനിക്കുണ്ടെന്നുള്ളത് ഞാൻ സമ്മതിക്കുകയാണ്. അപ്പോൾ ഇതിന് വേണ്ട ഏർപ്പാട് ചെയ്തു. അപ്പോഴും എനിക്ക് അറിഞ്ഞുകൂടാ ഇതിനകത്ത് ആരൊക്കെയാണെന്ന് ഞാൻ അന്വേഷിക്കുന്നില്ല. ഈ നിർബന്ധിക്കുന്ന ആ സംവിധായകൻ അദ്ദേഹത്തിൻ്റെ നിർബന്ധത്തിന് വഴി പോയി കാണുമ്പോഴാണ് ഈ കഥാപാത്രങ്ങൾ ഇതെല്ലാമാണെന്ന് പറയുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു അതിനെക്കുറിച്ച്. അപ്പം അടൂർ ബാലകൃഷ്ണൻ സാറിൻ്റെ സിനിമയുണ്ട് പിന്നെയും എന്ന് പറഞ്ഞിട്ട്, ഇതൊക്കെ ഉണ്ടായതിനു ശേഷമാണ് ദിലീപിനെ വെച്ചെടുത്തത്. അപ്പോൾ അടൂർ ബാലകൃഷ്ണൻ സാറിൻ്റെ ചില അഭിപ്രായങ്ങളൊന്ന് പറയുകയും ചെയ്തു. അതിനുശേഷം ആ സിനിമ ഞാൻ കണ്ടു. അപ്പം അതിനുശേഷം അന്നേരം ആരും എന്നോട് പ്രതികരണം ചോദിച്ചില്ല. പ്രതികരണം ചോദിച്ചിരുന്നെങ്കിൽ പറയും അടൂർ ബാലകൃഷ്ണൻ സാറിൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രതികരണം വരുന്നത് ദിലീപിൻ്റെ സിനിമ കണ്ടു എന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പോൾ ഉദയനാണ് താരം എന്ന് പറയുന്ന ഒരു സിനിമ സെറ്റ് ചെയ്തൊരു ഇഷ്യൂ ആണിത്. ഒരു സിനിമ എന്ന് പറയുന്നത് അതിൻ്റെ സംവിധായകൻ്റെയാണ്, അല്ല നടീനടന്മാരുടെ അല്ല. പക്ഷേ എന്നെ വിമർശിക്കുന്നവരൊന്നും ആ ചലച്ചിത്രത്തിൻ്റെ അടിസ്ഥാന തത്വം ഒരു സിനിമയെന്ന് പറഞ്ഞാൽ അതിൻ്റെ സംവിധായകൻ്റെയാണ്, കൂടിപ്പോയാൽ തിരക്കഥാകൃത്തിൻ്റെ കൂടിയാണ്. MD പോലുള്ളൊരു തിരക്കഥ എഴുതാണ്. പക്ഷെ ഇവരങ്ങനല്ല. അപ്പോൾ ഇത് കഴിഞ്ഞപ്പം എന്നോട് പ്രതികരണം ചോദിച്ചപ്പോൾ അതിൻ്റെ ഉള്ളടക്കം ആ സിനിമയുടെ സന്ദേശം ഈ സാമൂഹ്യ മാധ്യമങ്ങളെല്ലാം സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അബദ്ധങ്ങളെക്കുറിച്ചാണ്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറയുമ്പം ഈ സംവിധായകൻ്റെ പേര് മാത്രമേ ബോധപൂർവം തന്നെ പറഞ്ഞുള്ളൂ. എനിക്കറിയാം ഇത് പിന്നെ നമ്മുടെ ചലച്ചിത്ര നടൻ്റെ പേര് പറഞ്ഞാൽ അത് തെറ്റാണ്, അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റുമാണ്. അപ്പോൾ ഈ സംവിധായകൻ്റെ പേര് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷേ ഈ പറഞ്ഞ വിവാദം ഉണ്ടായി. വിവാദം ഉണ്ടായപ്പോൾ ഞാൻ പ്രതികരിച്ചു. ഇങ്ങനെ വിവാദം ഉണ്ടാവുകയും എന്നെ സ്നേഹിക്കുകയും എൻ്റെ പാർട്ടിയെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് വിഷമം ഉണ്ടാകുകയും ചെയ്ത് എനിക്കും വിഷമം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് പ്രതികരിച്ചു. ആ പ്രതികരണം അപ്പോൾ ചിലർ എൻ്റെ അടുത്ത് ഞാനിങ്ങനെ ഇടുകയാണെന്നൊക്കെ പറയും, എന്തിനാണ് ഇടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ചർച്ചകൾ വന്നു. ഞാൻ പറഞ്ഞാൽ അത് ഇടണം എന്നുള്ളതാണ് എൻ്റെ ബോധ്യം. അപ്പോൾ ആ അർത്ഥത്തിൽ വലിയൊരു പാഠമാണ് ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വിവാദം. ഈ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ എന്ത് കാര്യത്തിനും ഈ സൈബർ ബുള്ളിങ് നടക്കുന്നുണ്ട്. ഒരുപക്ഷെ സഖാവിട്ട പോസ്റ്റിൻ്റെ ഒരു ശരിയായ രീതി മനസ്സിലാക്കാതെ ആക്രമിച്ചവർ ഒരുപാടുണ്ടാവും. അതിപ്പോൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ്. ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കേഡർ രാഷ്ട്രീയ പാർട്ടികളെയാണ്. ഇങ്ങനെ ഒരു ചെറിയ കാര്യം കിട്ടുക രാഷ്ട്രീയ എതിരാളികളെ സാമൂഹ്യ മാധ്യമത്തിൽ കടന്നൽ കൂട്ടം പോലെ ആക്രമിച്ച് കൊല്ലുന്നത്, കുത്തി വേദനിപ്പിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾ വളർത്തിയെടുത്ത ഒരു ശീലമാണ്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമ്മൾ വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മളെല്ലാം സ്വയംപ്രശ്നപരമായി നമ്മൾ കുറ്റമേൽക്കേണ്ടതാണ്. നമ്മളെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ സമൂഹത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇവരൊന്നും വിദേശത്ത് നിന്ന് വന്നവരല്ല. എൻ്റെയും നിങ്ങളുടെയും സഹോദരി സഹോദരന്മാരോ ബന്ധുക്കളുമാണ്. നമ്മളും ചിലപ്പോൾ ഇങ്ങനെയുള്ള സമീപനത്തിൽ മുമ്പെപ്പോഴെങ്കിലും ഏർപ്പെട്ടിട്ടുണ്ടാവും. ഞാൻ ഏർപ്പെട്ടില്ലെന്ന് പറയുന്നില്ല. അനുപാതരഹിതമായി പ്രതികരിക്കുക കാര്യങ്ങളോട്. അപ്പോൾ അത് നമ്മൾ വിദ്യാഭ്യാസത്തിലൂടെ, ആ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന വിദ്യാഭ്യാസം, കൂട്ടുകാരായിട്ട് നമ്മൾ നീങ്ങുമ്പോഴുള്ള വിദ്യാഭ്യാസം, അതങ്ങനെ വേണ്ട, അതങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല. വേസ്റ്റായിട്ടുള്ള ഒരു പേപ്പർ അത് എടുത്തിട്ട് പിന്നെ ഒരു വേസ്റ്റ് ബിന്നിലേക്ക് ഇടാൻ പോകുമ്പോൾ അത് സഹായം ഇട്ടേക്ക് എന്നൊരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു. അത് എന്നോടുള്ള സ്നേഹമാണ്. ഞാനത് കൊണ്ടിടാൻ വേണ്ടിയുണ്ട്. ഞാൻ പറഞ്ഞു അതങ്ങനെ ശരിയാവുക, നമ്മളിത് വേസ്റ്റ് ബിന്നിൽ തന്നെ കൊണ്ട് ചെറിയ എന്നെ അവതരിപ്പിക്കാൻ വേണ്ടി ഞാൻ ഈ പറഞ്ഞതല്ല, തള്ളുക എന്നൊക്കെ പറയില്ല, അങ്ങനെയുള്ളതല്ല. നമ്മൾ ഈ ചെറിയ കാര്യങ്ങൾ തന്നെ ചെയ്യുമ്പോൾ നമ്മൾ പരസ്പരം അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അപ്പം താങ്കൾ പറഞ്ഞ നമ്മുടെ സമൂഹത്തിലെ വളരെ അപകടകരമായിട്ടുള്ള ഒരു പ്രവണത, ഈ വാക്കുകൾ കൊണ്ടുള്ള ഹിംസ, സാമൂഹ്യ മാധ്യമങ്ങൾ നൽകുന്ന അനന്തമായ സ്വാതന്ത്ര്യത്തിൻ്റെ ദുരുപയോഗപ്പെടുത്തൽ. ഇപ്പം നമുക്ക് നമ്മുടെ ഒരു നിലപാട് പറയാൻ പണ്ട് പ്രസ്താവന ഇറക്കണം, പ്രസ്താവന ഇറക്കിയാൽ പോരാ, അത് ഏതെങ്കിലും പത്രം അച്ചടിക്കണം. ഇപ്പം അതൊന്നും വേണ്ട, സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇടാം. അപ്പം ഇത് മാധ്യമങ്ങൾ വിദ്യാഭ്യാസം ചെയ്യിക്കണം നമ്മുടെ സമൂഹത്തിൽ. മാധ്യമങ്ങൾക്ക്, അച്ചടി മാധ്യമങ്ങൾക്കും ദൃശ്യമാധ്യമങ്ങൾക്കും അതിനകത്ത് വലിയ പങ്കുണ്ട്. CPIM ചെയ്തിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാം. CPIM ആണെന്ന് അവകാശപ്പെടുത്തിയതിൽ ഈ അബദ്ധങ്ങൾ കാണിക്കുന്നില്ലേ ഉണ്ടാവാം. എൻ്റെ ഒരു സംശയം, CPIM അവമാനിക്കാൻ വേണ്ടി CPIM അല്ലാത്തവർ CPIM ആണെന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്നെ അവമാനിക്കാൻ വേണ്ടി എന്നെ ഡിഫെൻഡ് ചെയ്യാനെന്നുള്ള മട്ടിൽ തെറി പറയാമല്ലോ, അത് സംഭവിക്കുന്നുണ്ടാവും. അതിനുള്ള സാധ്യതയും ഈ
സോഷ്യൽ മീഡിയ നൽകുന്നുണ്ട്. സൈബർ പിന്നെ എന്താ പറയുക, അതിൻ്റെ ശാസ്ത്രീയമായി ഇതറിയാവുന്നവർക്ക് അന്വേഷിച്ച് പോയാൽ കിട്ടും ഏത് കമ്പ്യൂട്ടറിൽ നിന്നാണ് പോയത്, ഏത് ഫോണിൽ നിന്നാണ് പോയതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഇത് തിരുത്താൻ വേണ്ടി CPIM ചെയ്തിട്ടുള്ളത്, CPIM എല്ലാ പാർട്ടി ഘടകങ്ങളിലേക്കും ഒരു സർക്കുലർ അയച്ചിട്ടുണ്ട്. പാർട്ടി കേന്ദ്ര കമ്മിറ്റി തയ്യാറാക്കിയതാണ്. സാമൂഹ്യ മാധ്യമങ്ങൾ ഇടപെടുമ്പോൾ പാർട്ടി അംഗങ്ങളും അനുഭാവികളും പാർട്ടി അംഗങ്ങൾ പ്രവർത്തിക്കുന്ന സംഘടനകളിൽപ്പെട്ടവരും പാലിക്കേണ്ട വ്യവസ്ഥകൾ. പക്ഷേ ഈ വ്യവസ്ഥകൾ തന്നെ എല്ലാവരും പാലിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തൃപ്തികരമല്ല ഉത്തരം. അപ്പോൾ ഇത് വളരെ ഗൗരവമുള്ള ആധുനിക സമൂഹത്തിൻ്റെ മുമ്പുള്ള വലിയൊരു പ്രശ്നമാണ്. ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല, എല്ലാ സ്ഥലത്തും രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ മറ്റുള്ളവരെ, ഈ യുവതലമുറ പൊതുവെ രാഷ്ട്രീയക്കാരെ പറ്റി പറയുമ്പോൾ പറയാറുള്ളത് കുറ്റപ്പെടുത്തൽ രാഷ്ട്രീയക്കാരല്ലാതെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന, മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള ഒരാൾ നല്ലത് ചെയ്താൽ അതിനൊരു നല്ല വാക്കുകൊണ്ട് സമീപിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകർ എത്ര പേരുണ്ട്? വളരെ കുറവല്ലേ നമ്മുടെ നാട്ടിൽ? അങ്ങനെ ഉണ്ടോ? ഞാൻ പൂർണ്ണമായിട്ടും ഈ നിരീക്ഷണത്തോട്, രാഷ്ട്രീയ സമൂഹത്തിൻ്റെ സാംസ്കാരിക നിലവാരം വലിയ തോതിൽ ഇടിയുന്നുണ്ട്. അതിൽ ചിലരെല്ലാം കാണുമ്പോൾ ഈ പുതിയ തലമുറയിലെല്ലാം പെട്ട ചില ആളുകൾ, എടാ അവൻ എന്താ നീ വിചാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുകയാണ്. ഞാൻ ചിലരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പറയാൻ കഴിയുന്നതിലൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, അല്ലല്ല അത് ഞങ്ങളുടെ അവിടെ ഇങ്ങനെ ചില ശൈലിയല്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ ശൈലി ഉപയോഗിച്ച് എന്നെ നിങ്ങൾ അങ്ങനെ സംബോധന ചെയ്യുമോ? അതില്ല. ഞാൻ പറഞ്ഞു, പിന്നെന്താ? അവിടെ എല്ലാം നിങ്ങൾ ഏത് ഭാഷയിൽ സംബോധന ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്നുവോ ആ ഭാഷയിൽ വേണം നമ്മൾ മറ്റുള്ളവരെ സംബോധന ചെയ്യാൻ എന്നുള്ളത് പ്രാഥമികമായ തത്വമാണ്. എത്രയോ കാലമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്, ആരെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടതാണ്. അപ്പം അത് മനസ്സിലാക്കിക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ല. എന്നിട്ട് അവനെ നീ നന്നായിട്ട് കൊടുത്തു, നന്നായി എന്നിവരെ അഭിനന്ദിക്കുകയും ചെയ്യും ഈ അബദ്ധം പറഞ്ഞവരെ. ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. നമ്മൾ കൂട്ടായിട്ട് ഇടപെട്ട് ഇതിന് തിരുത്തൽ വരുത്തുക തന്നെ വേണം. സഖാവ് 32-ാമത്തെ വയസ്സിൽ 1986 രാജ്യസഭയിലേക്ക് എത്തുന്നുണ്ട്. 3 വർഷം കഴിഞ്ഞ് 89 കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്തുന്നു CPIM-ൻ്റെ. പക്ഷേ ചില അബദ്ധങ്ങൾ പറ്റിപ്പോയി. അല്ല, പക്ഷേ പോളിറ്റ് ബ്യൂറോയിലേക്ക് എത്താനായിട്ട് പിന്നെയും വർഷങ്ങളെടുത്തു. ഒരു വലിയൊരു ഗ്യാപ്പ് വന്നു. അത് ഒരു ഘട്ടത്തിൽ VS അച്യുതാനന്ദൻ്റെ കൂടെ സഖാവ് നിലയുറപ്പിച്ചതിൻ്റെ ഒരു പ്രത്യാഘാതമായിരുന്നു. ശരിക്ക് പാർട്ടിയിലെ വിഭാഗീയതയിൽ ഒരു പക്ഷം പിടിച്ചതിന് സഖാവ് കൊടുക്കേണ്ടി വന്നൊരു വിലയായിരുന്നു അത്. ഒന്നാമത് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള പാർട്ടി എനിക്ക് അർഹതയില്ലാത്ത ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ എനിക്കൊരിക്കലും തരാൻ പാടില്ലാത്ത അത്ര ചെറിയ പ്രായത്തിൽ നൽകി എന്നുള്ളതാണ് ഈ ചോദ്യത്തിന് കാരണം. ഇത്ര ചെറുപ്പത്തിൽ ഇവിടെല്ലാം വന്ന ആൾ അതിന് ആനുപാതികമായൊരു സമയത്ത് തന്നെ പോളിറ്റ് ബ്യൂറോയിലേക്കും വരണമായിരുന്നു, അല്ലെങ്കിൽ വേറെ ഉത്തരവാദിത്തത്തിലും വരേണ്ടിയിരുന്നു എന്നാണ് എൻ്റെ സുഹൃത്തിനോടുള്ള സ്നേഹ അതിരേകം കൊണ്ട് പറഞ്ഞത്. അതല്ല, സഖാവ് SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആകുമ്പോൾ സീതാറാം യെച്ചൂരി എനിക്ക് ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു. അതായത് പക്ഷേ കാരാട്ട് കഴിഞ്ഞിട്ട് കാരാട്ട് SFI പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറിക്കഴിഞ്ഞപ്പോൾ സഖാവാണ് പ്രസിഡന്റ് ആവുന്നത്. അപ്പോൾ സീതാറാം യെച്ചൂരി ജോയിൻറ്റ് സെക്രട്ടറിയാണ്. പക്ഷേ സീതാറാം യെച്ചൂരിയെ പോളിറ്റ് ബ്യൂറോയിലേക്ക് എത്തിയത് കഴിഞ്ഞ് അദ്ദേഹം ജനറൽ സെക്രട്ടറി. അപ്പോൾ അതുകൊണ്ട് സഖാവിന് അർഹതയില്ലാത്ത അംഗീകാരങ്ങളാണ് അല്ലെങ്കിൽ സ്ഥാനങ്ങളാണ് കിട്ടിയതെന്ന് പറയുന്നതിൽ അങ്ങനെ ഒരു കാര്യമുണ്ടോ? അല്ല, സീതാറാം യെച്ചൂരി ഞാൻ പ്രസിഡൻ്റായിരിക്കുമ്പോൾ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിരുന്ന ആളാണ്. പക്ഷേ ഞാൻ പ്രസിഡൻറ്റും സീതാറാം യെച്ചൂരി ജോയിൻറ്റ് സെക്രട്ടറിയുമായി പ്രവർത്തിക്കുന്നത് കണ്ട പാർട്ടിക്ക് യഥാർത്ഥത്തിൽ എനിക്കില്ലാത്ത പല കഴിവുകളും സീതാറാം യെച്ചൂരിക്ക് ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അതനുസരിച്ചാണ് സഖാവിന് അർഹതപ്പെട്ട ചുമതല കൊടുത്തത്. അതിനകത്ത് എനിക്ക് യാതൊരു സംശയമില്ല. അല്ലേ, വിഭാഗീയത ഒരിക്കലും ഒരു വിഭാഗീയത ക്ഷീണമുണ്ടാക്കിയിട്ടുള്ളത് എനിക്കല്ല, പാർട്ടിക്കാണ്. വിഭാഗീയതമായി ഞങ്ങൾ പലരും ചില ഘട്ടങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് പാർട്ടിയിൽ തുറന്നു പറയുന്നതാണ് പാർട്ടിയുടെ സമ്പ്രദായം. ആ വിഭാഗീയത പാർട്ടിക്ക് ക്ഷതമേൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം വിഭാഗീയതയ്ക്കെതിരായിട്ടുള്ള വിഭാഗീയതയുടെ അടിസ്ഥാനത്തിൽ പിന്നെ ചില വിമർശനങ്ങൾക്ക് വിധേയനായിട്ടുള്ള ഞാൻ വിഭാഗീയത മൂലം ആലപ്പുഴ പോലുള്ളൊരു വലിയ പാർട്ടി കമ്മിറ്റി പിരിച്ചുവിടപ്പെട്ടപ്പോൾ അവിടെ വിഭാഗീയത അവസാനിപ്പിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തി ഐക്യപ്പെട്ടത് സുർജിത്തും VS-ഉം പിണറായി വിജയനും എല്ലാം അംഗീകരിച്ചുകൊണ്ട് ആലപ്പുഴയുടെ സംഘടനാ കമ്മിറ്റിയായിട്ട് ഞാൻ ഐക്യപ്പെട്ടു എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്ത വിഭാഗീയതയുടെ ഭാഗമായ തെറ്റുകൾ പാർട്ടി മനസ്സിലാക്കി എന്നെ തിരുത്തുന്നതിൽ പാർട്ടി വിജയിച്ചു എന്നുള്ളതുകൊണ്ടാണ് എന്നെ ഒരിക്കൽ വിഭാഗീയതയിൽപ്പെട്ട എന്നെ വിഭാഗീയത അവസാനിപ്പിക്കുന്ന ഒരു ജോലി ഏൽപ്പിച്ചുകൊണ്ട് ആലപ്പുഴയ്ക്ക് വിടാൻ പാർട്ടിയെ പ്രേരിപ്പിച്ചത്. അതങ്ങനെയാണ് ഞാൻ അതിനെ കാണുന്നത്.
അല്ല 2018 തൃശ്ശൂർ സമ്മേളനത്തോടെ പാർട്ടിയിൽ വിഭാഗീയത കഴിഞ്ഞിരിക്കുന്നു, ഇനിയിപ്പോൾ പാർട്ടിയിൽ വിഭാഗീയതയില്ല എന്നൊരു വലിയ പ്രഖ്യാപനമുണ്ട്. എന്ന് സെക്രട്ടറിയായി വീണ്ടും 2015 കോടിയേരി ബാലകൃഷ്ണൻ ആദ്യമായിട്ട് സംസ്ഥാന സെക്രട്ടറി ആവുന്നു. അത് കഴിഞ്ഞിട്ട് 2018 അദ്ദേഹം വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്നു. അന്ന് സഖാവ് കോടിയേരി പറഞ്ഞ ഒരു വാക്യം ഞാൻ ഓർക്കുന്നുണ്ട്, ഇനിയിപ്പോൾ പാർട്ടിയിൽ വിഭാഗീയതയില്ല, പാർട്ടിക്ക് ഒരു ശബ്ദമേ ഉള്ളൂ എന്നുള്ളത്. അത് പക്ഷേ പിന്നീട് അച്ചട്ടായി എന്ന് വേണമെങ്കിൽ പറയാം. പാർട്ടിക്ക് ഒരു മുഖവും ഉണ്ടാകുന്നു, ഒരു സ്വരം മാത്രമാകുന്നു, ഒരു ശബ്ദം മാത്രമാകുന്നു സഖാവ് പിണറായി വിജയൻ്റെ മുഖവും സഖാവ് പിണറായി വിജയൻ്റെ ശബ്ദവും. അത് പക്ഷേ പാർട്ടിയിലെ ഉൾപാർട്ടി ജനാധിപത്യത്തെ, പാർട്ടിയുടെ ഒരു ജനാധിപത്യ ഘടനയെ അത് ക്ഷയിപ്പിച്ചിട്ടില്ലേ? ഇത് എല്ലാം പിണറായി വിജയനാണ് എന്നുള്ള തരത്തിലുള്ളൊരു മാധ്യമ പ്രചരണം ഇപ്പോൾ നടക്കുന്നുണ്ട്. മുമ്പ് ചില ഘട്ടങ്ങളിൽ മറ്റു തരത്തിലുള്ള പ്രചരണം നടന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലോ PBയിലോ കേന്ദ്ര കമ്മിറ്റിയിലോ ഒക്കെ നടക്കുന്ന ചർച്ചകൾ ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങൾ അംഗീകരിക്കുകയും നടപ്പാക്കുകയും ചെയ്യുന്ന ആളാണ് സഖാവ് പിണറായി വിജയൻ. സഖാവ് പിണറായി വിജയന് പാർട്ടിയിലുള്ള സ്വീകാര്യത ഓരോ പാർട്ടി കമ്മിറ്റിയിലും കൃത്യമായി ഒന്ന് പങ്കെടുക്കുന്നയാളാണ്. പാർട്ടി കമ്മിറ്റിയിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ഒരു ചെറിയ നോട്ട്ബുക്ക് ഉണ്ട്. ആ നോട്ട്ബുക്ക് എടുത്തപ്പം സഖാവ് പിണറായി അതിൻ്റെ കുറിപ്പെടുക്കും. പാർട്ടി സമ്മേളനങ്ങളിൽ പങ്കെടുക്കുമ്പോൾ അവിടെ നടക്കുന്ന വിമർശനങ്ങൾ സൂക്ഷ്മമായി അത് മാതൃകാപരമായ രൂപത്തിലാണ്. കാര്യം ഞങ്ങൾ അടുത്തിരുന്ന് പലപ്പോഴും കാണാറുണ്ട് സഖാവ് പിണറായി കുറിച്ചെടുക്കുന്നത്. ഏറ്റവും അച്ചടക്കമുള്ള ഒരു പാർട്ടി സഖാവാണ് സഖാവ് പിണറായി വിജയൻ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒപ്പം പോച്ചിട്ടുള്ള ഞങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. ചർച്ച ചെയ്യുമ്പോൾ മറ്റ് പലരും പറയുന്ന പോലുള്ള അഭിപ്രായം സഖാവ് പിണറായി വിജയനും പറയുന്നു. അവിടെ എത്ര പേര് അഭിപ്രായം പറഞ്ഞു എന്ന് നോക്കിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുക്കുന്നത്. അല്ലാതെ ബാക്കി എല്ലാവരും പറഞ്ഞാലും അതിന് വിപരീതമായി ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് സ്വീകരിക്കപ്പെടണം എന്ന ഒരു വാശി അത്തരത്തിൽ സഖാവ് പിണറായി വിജയൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നേയില്ല. ഇത് ഇങ്ങനെയുള്ള വിഷയം വരുമ്പം എനിക്ക് എൻ്റെ ഓർമ്മയിലുള്ള ഏറ്റവും നല്ല ഒരു ഉദാഹരണമുണ്ട്. സഖാവ് EMS പാർട്ടിയുടെ EMS ഉള്ളപ്പോൾ EMS അല്ലേ എല്ലാമല്ല. ഇപ്പോൾ സഖാവ് പിണറായി വിജയനെ കുറിച്ച് പറയുന്നത് സഖാവ് EMSനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ല, EMS ആണ് ആദ്യവും അവസാനവും. സഖാവിനോട് സെക്രട്ടറി ഇരുന്നിട്ടുള്ളപ്പം അതിപ്പം ആ കാലത്തെ കാര്യം ഞാൻ പറയുകയാണ്. ഒരാളിനെ ഇന്ന കാര്യത്തിന് ആരാണ് പറ്റിയത് എന്നുള്ളത് ചർച്ച ചെയ്യുമ്പോൾ സഖാവ് EMS ഒരാളുടെ പേര് പറഞ്ഞു. സഖാവ് നായനാരുണ്ട്. സഖാവ് നായനാരും അതിനോട് യോജിച്ചു, മറ്റ് പലരും യോജിച്ചു. അങ്ങനെ യോജിച്ച പലരിലും ഒരാളാണ് ഞാൻ. പക്ഷേ സഖാവ് EMS പറഞ്ഞ് സഖാവ് നായനാർ യോജിച്ചു, അവിടെയുള്ള മറ്റ് പലരും യോജിച്ചു. അങ്ങനെ യോജിച്ചവർ 7 പേരാണ്. അതിനോട് യോജിക്കാത്ത 8 പേരുണ്ടായിരുന്നു. തീരുമാനം വേറൊന്നായത്. ഇതുപോലെ സഖാവ് പിണറായി പങ്കെടുക്കുന്ന കമ്മിറ്റിയിൽ ഇതുപോലെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നൊരു കാര്യം, ഇപ്പോൾ EMS മുഖ്യമന്ത്രിയായിരുന്നപ്പോഴായാലും നയനാർ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴായാലും അല്ലെങ്കിൽ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴായാലും പാർട്ടിയായിരുന്നു ഭരണത്തിനെ നിയന്ത്രിച്ചിരുന്നത്. പക്ഷേ സഖാവ് പിണറായി 2ാം വട്ടം മുഖ്യമന്ത്രിയായതോടുകൂടി പാർട്ടിയല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അല്ലെങ്കിൽ പാർട്ടിയും ഭരണകൂടവും ഒരു നേതാവിൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നുവെന്ന വലിയ വിമർശനമാണ് വരുന്നത്. സഖാവ് പിണറായി ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. സഖാവ് കോടിയേരി സെക്രട്ടറി ആയിരിക്കുമ്പോൾ സഖാവ് കോടിയേരി പറഞ്ഞിട്ടുണ്ട്. സഖാവ് ഗോവിന്ദൻ മാഷ് സെക്രട്ടറി ആയതിനു ശേഷം സഖാവ് ഗോവിന്ദൻ മാഷ് പറഞ്ഞിട്ടുണ്ട്. പാർട്ടി എടുക്കുന്ന തീരുമാനത്തിന് വിപരീതമായി ഒരു കാര്യവും സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ചെയ്യുന്നില്ല. അതാണ് വസ്തുത. അല്ല, അതിൽ 2-3 കാര്യങ്ങളൊന്ന് ചൂണ്ടിക്കാണിക്കും. ഒന്ന്, 2022 കൊച്ചി സമ്മേളനത്തിൽ, സംസ്ഥാന സമ്മേളനത്തിൽ നവകേരള ദർശന രേഖ അവതരിപ്പിക്കുന്നത് മുഖ്യമന്ത്രി പിണറായിയാണ്. സാധാരണഗതിയിൽ പാർട്ടിയുടെ ഒരു സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ അതിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാണ് അത്തരം രേഖകൾ അവതരിപ്പിക്കേണ്ടത് എന്നുള്ളൊരു നിരീക്ഷണമുണ്ട്. അതുപോലെ തന്നെ 2025 കോൺഫറൻസ് നടന്നപ്പോഴും, പാർട്ടി കോൺഫറൻസ് നടന്നപ്പോഴും മുഖ്യമന്ത്രി തന്നെയാണ് വീണ്ടും അതിൻ്റെ ഒരു പുതിയ ഒരു രൂപം അവതരിപ്പിച്ചത്. പാർട്ടിയുടെ AKG സെൻറ്റർ പുതുക്കി പണിത് കഴിഞ്ഞിട്ട് അത് ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയോ സംസ്ഥാന സെക്രട്ടറിയോ അല്ല, അത് മുഖ്യമന്ത്രി പിണറായിയാണ്. PK ശ്രീമതി ഇനി ഈ യോഗങ്ങളിൽ പങ്കെടുക്കേണ്ടതില്ല, അവർക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് അവരുടെ ഈ പ്രായപരിധി കഴിഞ്ഞതുകൊണ്ട് അവർ സംസ്ഥാന സെക്രട്ടറിയിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് പിണറായിയാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ
കേരളത്തിൽ എന്താ പറയുന്നത്, മുസ്ലിം ലീഗിൻ്റെ കേരള ഘടകം അഖിലേന്ത്യാ ഘടകത്തേക്കാൾ വലിയ ഒരു അധികാര കേന്ദ്രമാണെന്ന് എപ്പോഴും പറയാറുണ്ട്. അതുപോലെയാണോ, ആ ഒരു അവസ്ഥയിലേക്കാണോ ഇപ്പോൾ CPM എത്തിയിരിക്കുന്നത്? ഈ ഉന്നയിച്ച എല്ലാ വിഷയങ്ങളിലും വളരെ കൃത്യമായിട്ടുള്ള മറുപടി വിശദീകരണമുണ്ട്. ഒന്ന്, ഈ നവകേരള രേഖ അവതരിപ്പിച്ചത് സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുന്നു, അത് ചർച്ച ചെയ്യുന്നു. ഗവൺമെൻറ് എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള രേഖ സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്ത് അംഗീകരിച്ച രേഖയാണ്. അത് സെക്രട്ടറി തന്നെ വേണമെങ്കിൽ അവതരിപ്പിക്കാം. പക്ഷേ റിപ്പോർട്ട് സെക്രട്ടറി അവതരിപ്പിച്ച് ചർച്ച ചെയ്ത് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഭരണത്തിന് തന്നെ നേതൃത്വം കൊടുക്കുന്ന സഖാവ്, പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള സഖാവുള്ളപ്പോൾ ആ സഖാവാണത്, വേറൊരാളാണത് അവതരിപ്പിക്കേണ്ടത്. ഇങ്ങനെ ആരവതരിപ്പിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ പാർട്ടി എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞങ്ങൾ വേണമെങ്കിൽ ഇതെല്ലാം വിശദീകരിച്ചൊരു ലേഖനം എഴുതാം. ഞാൻ കേന്ദ്ര കമ്മിറ്റി പോകുമ്പോൾ സഖാവ് EMS ആണ് ജനറൽ സെക്രട്ടറി. സഖാവ് EMS ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കേന്ദ്ര കമ്മിറ്റി യോഗങ്ങളിലെല്ലാം രാഷ്ട്രീയ റിപ്പോർട്ട് അവതരിപ്പിച്ചിരുന്നത് സഖാവ് BT രണദീവയാണ്, ജനറൽ സെക്രട്ടറി അല്ല. അപ്പം ഇതിലൊന്നും ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ആയിട്ടുള്ള ഇങ്ങനെ തന്നെ പാടുള്ളൂ എന്ന് പറഞ്ഞുള്ള വ്യവസ്ഥകളില്ല. ജനറൽ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തില്ല, പിണറായി വിജയനാണ് AKG സെൻറ്ററിൻ്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞു. EMS ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് AKG ഭവന് ശിലാസ്ഥാപനം നടത്തിയത്. EMS അല്ല ശിലാസ്ഥാപനം നടത്തിയത്, BT രണദീവയാണ്. ഇപ്പോൾ കേരളത്തിൽ പാർട്ടി സംഘടനയിൽ പലരും പല ഉത്തരവാദിത്തങ്ങളും വഹിക്കുകയാണ്. പക്ഷെ ഇപ്പോഴത്തെ പോളിറ്റ് ബ്യൂറോയിലും കേന്ദ്ര കമ്മിറ്റിയിലും ഏറ്റവും മുതിർന്ന നേതാവാരാണ്? സഖാവ് പിണറായി വിജയനാണ്. അത് ഞങ്ങളെല്ലാം അംഗീകരിക്കുന്നു. ഇത് പാർട്ടി അഖിലേന്ത്യാ കമ്മിറ്റി കൂടുമ്പോൾ അവിടെ രാഷ്ട്രീയ റിപ്പോർട്ട് അവതരിപ്പിക്കുക, പാർട്ടി അഖിലേന്ത്യാ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ജനറൽ സെക്രട്ടറിയോ അല്ലെങ്കിൽ സഖാവ് EMS BT ആണ് ചുമതലപ്പെടുത്തി. ഭാഗ്യമായിട്ടൊന്നും താരപ്പെടുത്തുന്നത് അവിവേകമാണ് ഇന്നത്തെ ആളുകളെ. ഞങ്ങൾ തീരുമാനിക്കും. സഖാവ് പിണറായി വിജയനായിരിക്കില്ല അവിടെ പാർട്ടി കേന്ദ്ര കമ്മിറ്റി കൂടുമ്പോൾ അവിടെ റിപ്പോർട്ട് അവതരിപ്പിക്കുക. കാരണം അതിനവിടെ വേറെ സംവിധാനമുണ്ട്. റെസിഡൻറ്റ് PB മെമ്പർമാരുണ്ട്, ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നവരുണ്ട്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ വളരെ കൃത്യമായ സമ്പ്രദായങ്ങളുണ്ട്. ഇനി ഉള്ളത് ശ്രീമതി ടീച്ചർ പങ്കെടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞു എന്നാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കിട്ടിയെന്ന് അറിഞ്ഞുകൊണ്ട് ഇതിനെക്കുറിച്ച് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് സഖാവ് പിണറായി തന്നെ ഇത്തരത്തിലൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു പത്രസമ്മേളനത്തിൽ വിശദീകരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സഖാവ് ശ്രീമതി ടീച്ചറിൻ്റെ കാര്യമുണ്ട്, ഈ അവസരം കൂടി അത് വിശദീകരിക്കാൻ ഉപയോഗപ്പെടുത്താം. സഖാവ് ശ്രീമതി ടീച്ചർ പ്രായത്തിൻ്റെ നിബന്ധന അനുസരിച്ച് റിട്ടയർ ചെയ്യേണ്ടതാണ്. എന്നാൽ ആ റിട്ടയർ ചെയ്യാതെ 3 പേർക്ക് കേന്ദ്ര കമ്മിറ്റി എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. ഒന്ന് സഖാവ് പിണറായി വിജയൻ തന്നെയാണ്, അത് കേരള ഗവൺമെൻറ്റിൻ്റെ നേതാവ് എന്നുള്ള തരത്തിൽ. അവിടെ മാത്രമല്ല, സംസ്ഥാന കമ്മിറ്റിയിൽ എക്സംഷൻ കൊടുത്തിട്ടുണ്ട്, സെക്രട്ടേറിയറ്റിൽ എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. മറ്റൊന്ന് ജമ്മു കാശ്മീരിൽ നിന്നുള്ള CC മെമ്പർ താരിഖ് അമിയാണ്, അദ്ദേഹത്തിനാണ് എക്സംഷൻ കൊടുത്തിട്ടുള്ളത്. സഖാവ് ശ്രീമതി ടീച്ചർക്ക് എക്സംഷൻ കൊടുത്തത് എന്തിനാണ്? ഞാനത് നേരത്തെ പറഞ്ഞു. ഒരു ഭാഗം പറഞ്ഞു വനിതകളുടെ പ്രാതിനിധ്യം കേന്ദ്ര കമ്മിറ്റിയിൽ വർദ്ധിപ്പിക്കണം. അത് ശ്രീമതി ടീച്ചർ എങ്ങനെ വരുന്നു? വേറെ വനിതകളെ എടുത്തുകൂടെ? ശ്രീമതി ടീച്ചർ മഹിളാ അസോസിയേഷൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റാണ്. അപ്പോൾ അഖിലേന്ത്യാ തലത്തിൽ മഹിളാ അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിച്ചുകൊണ്ട് ശ്രീമതി ടീച്ചർ പ്രവർത്തിക്കണം എന്നുള്ള അർത്ഥത്തിലാണ് 75 വയസ്സ് കഴിഞ്ഞതുകൊണ്ട് കേരളത്തിലെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നുമൊക്കെ ഒഴിവായെങ്കിലും കേന്ദ്ര കമ്മിറ്റിയിൽ കേന്ദ്ര കോട്ടയിലാണ് ശ്രീമതി ടീച്ചർ വരുന്നത്. ആ ശ്രീമതി ടീച്ചർ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്? കേരളത്തിൽ സെക്രട്ടേറിയറ്റ് പങ്കെടുക്കാമോ, സ്റ്റേറ്റ് കമ്മിറ്റി പങ്കെടുക്കാമോ എന്നുള്ള ചോദ്യം ഇതിനിടയ്ക്ക് ഈ പറയപ്പെടുന്ന സംഭാഷണം നടന്നതിന് ശേഷം എന്നോട് ചോദിച്ചു. അത് ഞാനൊരു സുഹൃത്ത് സമ്മേളനത്തിന് പോകാൻ എൻ്റെ പേരക്കുട്ടിയെ തോളിൽ വെച്ചിട്ടാണ് പോയത്. അപ്പോൾ അന്നും അതിനെക്കുറിച്ച് കമൻറ്റുകൾ വന്നു. പാർട്ടി ജനറൽ സെക്രട്ടറി പേരക്കുട്ടിയെ തോളിൽ വെച്ചിട്ടാണോ പത്രസമ്മേളനം നടത്തേണ്ടത്? അത് പത്രസമ്മേളനമല്ല, ഒരു സുഹൃത്ത് സംഗമത്തിന് ഞാൻ കാറിൽ നിന്നിറങ്ങി പോകുമ്പം എല്ലാവരും അവിടെ ഒന്ന് കാത്തി. അപ്പോൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ശ്രീമതി ടീച്ചർ പങ്കെടുക്കേണ്ട സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കും, പങ്കെടുക്കേണ്ട സ്റ്റേറ്റ് കമ്മിറ്റിയിൽ പങ്കെടുക്കും, ഇതിലൊന്നും പങ്കെടുക്കാൻ പാടില്ലെന്നൊരു തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് അവിടെ പറഞ്ഞത്. അത് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വന്നപ്പോൾ ചർച്ച ചെയ്ത് കൃത്യമായി തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിൽ സംഘടനാപരമായ പ്രത്യേക ചുമതലകൾ സഖാവ് ശ്രീമതി ടീച്ചർക്കില്ല. എന്തുകൊണ്ടാണ്? അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കാനാണ് കേന്ദ്ര കമ്മിറ്റി എടുത്തിട്ടുള്ളത്, അഖിലേന്ത്യാ തലത്തിൽ പോകാനാണ്.
പക്ഷേ അഖിലേന്ത്യാ തലത്തിൽ പോകുന്നതിൻ്റെ ഭാഗമായി കേരളത്തിലും വരും. കേരളത്തിൽ വരുന്ന സമയത്ത് ടീച്ചർക്ക് പങ്കെടുക്കേണ്ട കമ്മിറ്റി ഉണ്ടെങ്കിൽ സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാം, കേന്ദ്ര കമ്മിറ്റിയിൽ പങ്കെടുക്കാം. എന്നാൽ കേരളത്തിൽ സ്റ്റേറ്റ് കമ്മിറ്റിയും സെക്രട്ടേറിയറ്റും നടക്കുന്നതെല്ലാം നോക്കി അതിൽ നിരന്തരം പങ്കെടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതിനല്ല കേന്ദ്ര കമ്മിറ്റി എടുത്തിട്ടുള്ളത്. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അതുകൊണ്ട് ഈ വിവാദം ഉണ്ടായതിനു ശേഷം സ്റ്റേറ്റ് കമ്മിറ്റി പങ്കെടുത്തു. ഞാനും ആ കമ്മിറ്റിയിലുണ്ടായിരുന്നു. ഈ പത്രങ്ങളും മാധ്യമങ്ങളും ഇത് ചർച്ച ചെയ്തതിന് ശേഷം. അപ്പോൾ ഈ കറുപ്പ് ശ്രദ്ധിച്ചു, അത് കാക്ക ശ്രദ്ധിച്ചു എന്നാകുന്നത് പോലെയുള്ള പല സംഭവങ്ങളും പ്രത്യേക സാഹചര്യത്തിൽ സംഭവിക്കുന്നുണ്ട്. വസ്തുതകൾ ഞാനീ പറഞ്ഞതുപോലെയാണ്. അതിനിർണായകമായ ഘട്ടത്തിലാണ് സഖാവ് പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കുന്നത്. അപ്പോൾ സഖാവിൻ്റെ മുന്നിലുള്ള ഏറ്റവും വലിയ ഒരു വെല്ലുവിളി എന്താണ് സഖാവ് കാണുന്നത്? എൻ്റെ മുമ്പിലുള്ളൊരു വെല്ലുവിളി ഈ പുതിയ പാർട്ടി കോൺഗ്രസ് തീരുമാനങ്ങളും പുതിയ കമ്മിറ്റിയും എല്ലാം വന്ന ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ചിന്തിച്ചിട്ടാണോ അല്ലയോ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ വലിയ വലിയ ചില പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നുണ്ട്. അപ്പോൾ ആ പ്രതീക്ഷയ്ക്ക് അമിതമായ അതിശയോക്തിപരമായ പ്രതീക്ഷകളാണ്. ആലോചിക്കുമ്പോൾ കുറച്ചൊരു അമ്പരപ്പ് തോന്നുന്ന ഒരു സാഹചര്യം. പക്ഷെ പാർട്ടി എന്ന് പറഞ്ഞാൽ 10 ലക്ഷത്തിലധികം അംഗങ്ങളുണ്ട്. പാർട്ടി അംഗങ്ങൾ പ്രവർത്തിക്കുന്ന സംഘടനകൾ 4 കോടിയിലധികം അംഗങ്ങൾ ഉള്ള തൊഴിലാളി സംഘടന, യുവജന സംഘടന, വിദ്യാർത്ഥി സംഘടന, കർഷക സംഘടന, പല പല സംഘടനകൾ, സർവീസ് സംഘടന, ഇതെല്ലാം ഉണ്ട്. ഈ അംഗങ്ങളെ മുഴുവൻ ഇന്നത്തേക്കാൾ കൂടുതൽ സജീവമാക്കാൻ കഴിഞ്ഞാൽ ഈ അംഗങ്ങളെല്ലാം പ്രവർത്തിക്കുന്ന ഘടകങ്ങളുണ്ട്. 1 ലക്ഷത്തിലധികം ഘടകങ്ങളുണ്ട് ഞാൻ നോക്കിയപ്പോൾ. ഈ ഘടകങ്ങളെ മുഴുവൻ കൂടുതൽ കാര്യക്ഷമമാക്കാൻ കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അതിൻ്റെ ഭാഗമായി ബംഗാളിലുണ്ടായ ചോർച്ച, ത്രിപുരയിലുണ്ടായ ചോർച്ച, ഇതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി തിരുത്താൻ അവിടുത്തെ കമ്മിറ്റികളെ സഹായിക്കുകയാണ്. അവിടുത്തെ സംസ്ഥാന സമ്മേളനം ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടുണ്ട്. അവിടുത്തെ സംസ്ഥാന കമ്മിറ്റിയിലാണ് ഞാൻ ആദ്യം പോയത് ബംഗാളിൽ. ത്രിപുരയിലെ സംസ്ഥാന കമ്മിറ്റിയിൽ പോയി അവിടെ സഹാക്കളുമായിട്ട് സംസാരിച്ചു. അവിടെ വലിയ തോതിൽ ജനങ്ങളെ അണിനിരത്തിയിട്ട് പ്രയാസകരമായ സാഹചര്യത്തെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തന സന്നദ്ധത പ്രവർത്തകരിലുണ്ടായിട്ടുണ്ട്, നേതാക്കന്മാരിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഒരു പാർട്ടി കോൺഗ്രസിൻ്റെ തീരുമാനങ്ങളുടെ വെളിച്ചത്തിൽ ഒരു ഉത്സാഹമുണ്ട്. നമ്മൾ ഇങ്ങനെ പോയാൽ പോരാ, ഇതിൽ കൂടുതൽ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും. ആ ഒരു ചിന്ത വിവിധ തലങ്ങളിലെ സഖാക്കളിലുണ്ട്. അതിൻ്റെ ചൂടാറുന്നതിന് മുമ്പ് അവരെ സജീവമായി പ്രവർത്തന രംഗത്തേക്കും ജനങ്ങളുടെ അവകാശ സമരങ്ങളുടെ പോരാട്ട രംഗങ്ങളിലേക്കും ഒക്കെ അണിനിരത്തണം. ഒരു എല്ലാം പതിവ് പോലെ എന്നുള്ളതിനൊരു മാറ്റം വന്നേ തീരൂ. ബിസിനസ് ആസ് യൂഷ്വൽ എന്ന് പറയുമല്ലോ. ആ മാറ്റം വരുത്തണമെന്നുള്ളൊരു ബോധം പാർട്ടിയിൽ ഉടനീളമുണ്ട്. അത് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും ഇതിൽ പൊതുവിൽ നേതൃത്വപരമായ പങ്ക് വഹിക്കണം. അതിൻ്റെ ഒരു അന്തരീക്ഷം വളർത്തിയെടുക്കാൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാധ്യമങ്ങളുടെ സഹായവും പിന്തുണയും ഇതിനകത്തൊരു പ്രധാന ഘടകമാണ്. ഈ നാട്ടിലെ ജനങ്ങൾ ഞങ്ങളോട് ഇത്തരം കാര്യങ്ങൾ സഹകരിക്കണം. ഒരുപാട് പേര് ഫോൺ നമ്പർ എടുത്തിട്ട് ഒരാളുടെ അടുത്ത് ഞാൻ ഫോൺ നമ്പർ കണ്ടുപിടിച്ച് നിങ്ങളെ ബന്ധപ്പെടുകയാണെന്ന് പറഞ്ഞിട്ട് സന്ദേശങ്ങൾ അയക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പുതിയ ഒരു ചിന്താഗതി പല തലങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു വെരി മച്ച്. വളരെ സന്തോഷം.